السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മഹളായ ഫضل കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അല്ലാഹു നമ്മിലെ രോഗികൾക്ക് ശിഫ നൽകട്ടെ. പ്രയാസപ്പെടുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ഈ പരിശുദ്ധമായ മജ്‌ലിസിൻ്റെ ഹഖ് കൊണ്ട്, ഈ മാസത്തിൻ്റെ അഷ്റഫ് ഖൽഖ് തങ്ങളുടെ പരിശുദ്ധ ജാഹ് കൊണ്ട് അല്ലാഹു സലാമത്ത് നൽകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും ചെയ്യട്ടെ. ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദും അവിടുത്തെ അപദാനങ്ങളും ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദും അവിടുത്തെ അപദാനങ്ങളും ഈ മാസത്തിൽ വാഴ്ത്തുന്നതും പറയുന്നതും പുണ്യവും പ്രതിഫലാർഹവുമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, അങ്ങനെയല്ല എന്ന് പറയുകയും അത് പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നവർ ഉന്നയിക്കുന്ന ഒരു ഹദീസുണ്ട്. മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, അല്ലെങ്കിൽ കുല്ലു ബിദ്അത്തിൻ ളലാല എന്നൊരു ഹദീസാണ് ഇത്തരം മജ്ലിസുകൾ പാടില്ല എന്ന് പറയുന്നവർ ഉദ്ധരിക്കാറുള്ളത്. ഈ ഹദീസിൻ്റെ ആശയം എന്താണ്? ഇപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് വരുമ്പോൾ ഒരു ചർച്ചയും ഒരു വിവാദമൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഇത് കുറഞ്ഞു വരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ നമ്മിലുള്ള ആളുകൾക്ക് പോലും ഇങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുണ്ടോ, സ്വഹാബികൾ ചെയ്തോ, തങ്ങൾ ചെയ്തിട്ടുണ്ടോ, ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എന്നിത്യാദി ചോദ്യങ്ങളൊക്കെ വരുമ്പോഴേ സ്വാഭാവികമായും സാധാരണക്കാരെന്ന നിലയിൽ അതിനങ്ങനെ പെട്ടെന്നൊരു മറുപടിയൊന്നും കിട്ടാതിരിക്കും. പടച്ചോനെ, നമ്മൾ ചെയ്യുന്നത് തെറ്റായി പോകുന്നുണ്ടോ എന്നൊക്കെ ഒരു വസ്വാസ് വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ ഒരു വസ്വാസ് വരേണ്ട ഒരു കാര്യവുമില്ല എന്ന് നമുക്ക് പരിശുദ്ധരായ ആലിമീങ്ങളുടെ, പണ്ഡിതന്മാരുടെ
അഭിപ്രായങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ അർത്ഥം എന്താണ്? എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ മുമ്പ് ഇല്ലാത്തത് പുതുതായി ചെയ്യുക. നബി റഹ്മത്തുള്ളാഹി തആല അലൈഹി അതിനെ സംബന്ധിച്ച് പറയാണ്, മാലം യകുൻ ഇഹ്ദാസു മാലം യകുൻ ഫി അഹദി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്നതിന് ബിദ്അത്ത് എന്ന് പറയും. വഹിയ, അത് മുൻഖസിമത്തുൻ ഇലാ ഹസനത്തിൻ വഖബീഹ, നല്ലത് ചീത്ത എന്ന രണ്ട് വിഭാഗം ആ വിഷയത്തിൽ വരുന്നുണ്ട്. ഇതാരാ പറയണത്? ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി. എന്നിട്ട് ഇമാം നബി തങ്ങൾ പറയാം, ഖാലൽ ഇമാം അശ്ശൈഖുൽ മുജ്മഉ അലാ ഇമാമതിഹി വജലാലതിഹി വതമക്കുനിഹി ഫി അൻവാഇൽ ഉലൂമി വബറാഅതി അബൂ മുഹമ്മദിൻ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി തആല അലൈഹി. പണ്ഡിത ലോകം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അഗാധമായ പാണ്ഡിത്യമുണ്ടെന്ന് ലോകം അംഗീകരിക്കുകയും ചെയ്ത മഹാനായ അബൂ മുഹമ്മദ് ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ കിതാബുൽ ഖവാഇദിന്റെ അവസാനത്തിൽ പറഞ്ഞു, അൽ ബിദ്അത്തു മുൻഖസിമത്തുൻ ഇലാ വാജിബത്തിൻ വമുഹറമത്തിൻ വമൻജൂബത്തിൻ വമക്റൂഹത്തിൻ വമുബാഹ. ബിദ്അത്ത് 5 വിധമുണ്ട് എന്ന് മഹാനായ വലിയ പണ്ഡിതൻ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി തആല അലൈഹി. ബിദ്അത്ത് വാജിബുണ്ട്, ഉണ്ടാക്കൽ നിർബന്ധമുള്ള ബിദ്അത്ത്.
ബിദ്അത്ത് മുഹറം ഹറാമായ ബിദ്അത്തുണ്ട്, വമൻജൂബ സുന്നത്തുള്ള ബിദ്അത്തുണ്ട്, വമക്റൂഹ കറാഹത്തുള്ള ബിദ്അത്തുണ്ട്, വമുബാഹ ഹലാലാണ്, വേണോ വേണ്ടേ, രണ്ടും കുഴപ്പമില്ല, രണ്ടും ഒരുപോലെയാണ്. ഇങ്ങനെ 5 വിധികൾ ബാധിക്കുന്ന ബിദ്അത്തുകളുണ്ട് എന്ന് പറഞ്ഞാൽ കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന ഹദീസ് ആമുൻ മഖ്സൂസാണ് എന്ന് പറയും. നമ്മുടെ ഹദീസിന്റെ ശാസ്ത്രത്തിൽ അങ്ങനെ പറയാം, ആമുൻ മഖ്സൂസ്. എല്ലാ ബിദ്അത്തും പിഴച്ചതാണ് എന്ന് പറയുന്നതിൽ, എല്ലാ ബിദ്അത്തും എന്ന് പറയുമ്പോൾ ആം അത് പൊതുവായി പറഞ്ഞ വാക്കാണ്. പക്ഷേ മഖ്സൂസ് അതിൻ്റെ ആശയം അത് ക്ലിപ്തപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തേക്കും ആ ആശയം ബാധകമല്ല. ഏതാണ് ളലാലത്തായത്? ദീനിനോട് യോജിക്കാത്തത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശറഇനോട് യോജിക്കാതെ വരുന്നത്, ഇസ്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞുണ്ടാക്കുന്നത്, അതൊക്കെ ളലാലത്താണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നല്ലാതെ എല്ലാ തങ്ങളുടെ കാലത്തില്ലാത്തതും ളലാലത്താണ്, ബിദ്അത്ത് മുഴുവൻ ളലാലത്താണ് എന്ന് മലയാളത്തിൽ അർത്ഥം വെച്ച് അങ്ങനെ കിട്ടും. പക്ഷെ ഹദീസ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ ഈ ഹദീസിനെ കുറിച്ച് പ്രത്യേകിച്ചും ആമുൻ മഖ്സൂസ്, ഇതധികം ഈ പരിഭാഷ വായിച്ച് പറയുന്ന ആൾക്കാർക്ക് അറിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ തറാവീഹ് 20 റക്അത്തായി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും മറ്റു സ്വഹാബിമാരുടെയും പിറകിൽ നിർത്തി നിസ്കരിപ്പിച്ചത് അന്ന് ചെയ്ത ഒരു ഹസനത്തായ ബിദ്അത്ത, ഒരു നല്ല ബിദ്അത്ത. അപ്പം നല്ലതും ചീത്തയുണ്ട്, ബിദ്അത്ത് ഹസനത്തും സയ്യിഅത്തും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഉണ്ട് എന്ന് പറഞ്ഞത് ആരാ? ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം നബി തങ്ങൾ തന്നെ അൽ മുജ്മഉ അലാ ഇമാമത്തിഹി, മഹാപണ്ഡിതനാണെന്ന് ലോകം അംഗീകരിച്ച മഹാനായ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി തആല അലൈഹി മഹാൻ പറയാണ്, ഏതൊരു കാര്യം പുതുതായി ഉണ്ടായതാണെങ്കിലും ശറഇന്റെ നിയമങ്ങളിലേക്ക് അതിനെ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഹറാമും ഹലാലും സുന്നത്തും ബിദ്അത്തും സുന്നത്തും വാജിബും ഒക്കെ ആയിട്ട് ബിദ്അത്ത് മാറുന്നതാണ്. എല്ലാം അടിച്ചാക്ഷേപിക്കേണ്ട കാര്യമല്ല. കാരണം ഒന്ന്, വിശുദ്ധ ഖുർആൻ നമ്മൾ ഇന്ന് ഓതുന്ന പോലെ ഖുർആന് പുള്ളിയും ഫത്ഹും കസറും റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തില്ല എന്ന് വിചാരിച്ച് ഖുർആൻ ഒഴിവാക്കലാണോ? അത് ഈ ഉമ്മത്ത് അംഗീകരിച്ച ഹസനത്തായൊരു ബിദ്അത്താണ്, തങ്ങളുടെ കാലത്തില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളികൾക്ക് മെഹ്റാബ്, ഇമാമ് നിൽക്കുന്നൊരു മെഹ്റാബില്ലേ, ആ മെഹ്റാബ് തങ്ങളുടെ കാലത്തില്ലാത്ത സംഗതിയാണ് എന്ന് വിചാരിച്ച് ലോകത്തുള്ള എല്ലാ മസ്ജിദും വിളിക്കണം എന്നാണ് അഭിപ്രായം? അല്ല. ഇമാമിനെ അറിയപ്പെടാനും ഇമാമിന് നിൽക്കാനും ഒരു സ്ഥലം അങ്ങനെ ഉണ്ടാക്കിയതിൽ ഒരു വിരോധവുമില്ലെന്ന് ലോകം അംഗീകരിച്ച വിഷയമാണ്. അതൊരു ബിദ്അത്താണ്. പക്ഷെ എങ്ങനത്തെ ബിദ്അത്ത്? ബിദ്അത്തുൻ ഹസനത്തുൻ. പിന്നെ ബിദ്അത്തുകളുണ്ട്, കറാഹത്തായ ബിദ്അത്തുകളുണ്ട്. പള്ളികൾ ഭയങ്കരമായിട്ട് അലങ്കരിക്കുക, പള്ളിയിൽ ഒരുപാട് ഡെക്കറേഷൻ ചെയ്യുക, ഒരുപാട് ഇന്റീരിയർ വർക്ക് ചെയ്യുക, അത് കറാഹത്താണെന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇത് കറാഹത്തുള്ള ബിദ്അത്താണ്. പിന്നെ ഭക്ഷണങ്ങൾ, വിവിധ തരം ഭക്ഷണം, അൻവാഉ ത്വആം, പല വെറൈറ്റി ഭക്ഷണങ്ങൾ മനുഷ്യൻ കഴിക്കുക, അതൊന്നും തങ്ങളുടെ കാലത്തില്ല. ഒരു ഭക്ഷണം, ഒരു കറി, അത്രയേ ഉള്ളൂ. ഇന്ന് ഒരുപാട് ഭക്ഷണം വിളമ്പുന്നില്ല മനുഷ്യന്മാർ. അത് ബിദ്അത്താണ്, പക്ഷേ മുബാഹുൻ, ഹലാലാണ്. ഇസ്രാഫ് ചെയ്യരുത്, ദൂർത്ത് ചെയ്യരുത് എന്ന് മാത്രം. ദൂർത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹറാമാവുകയും ചെയ്യും. ഇങ്ങനെ ശറഇന്റെ നിയമങ്ങൾക്കനുസരിച്ച് പുതുതായി ഉണ്ടാകുന്ന ബിദ്അത്ത് എന്ന വാക്കർത്ഥത്തിൽ പറയുന്ന ആ കാര്യം സുന്നത്തും ഹറാമും വാജിബും മക്റൂഹും മുബാഹും ഒക്കെ 5 നിയമങ്ങൾ വരെ ബാധിക്കുന്ന ഒരു വിഷയമാണത് എന്ന് മഹാനായ ഇമാം നബി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇത് എവിടെ നിന്ന് കിട്ടി? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് ഉണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ ദീനിൽ ആരെങ്കിലും വല്ലതും ചേർത്തുണ്ടാക്കിയാൽ, ഏത്? മാ ലൈസ മിൻഹു, ദീനിൽ പെടാത്തത് ഒരു മനുഷ്യനുണ്ടാക്കിയാൽ. അപ്പൊ ഉണ്ടാക്കുന്നത് ദീനിൽ പെടുന്നതുണ്ടാവും, പെടാത്തതും ഉണ്ടാകും. ദീനിൽ പെടാത്തതുണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് പറയൽ പുണ്യമുള്ള കാര്യമാണ്. എപ്പോഴും സ്വലാത്തു ചൊല്ലൽ പുണ്യമുള്ള കാര്യമാണ്. തങ്ങളുടെ ചരിത്രം പറയൽ പുണ്യമുള്ള കാര്യമാണ്. ആ പരിശുദ്ധമായ ദിവസം സ്വലാത്തു ചൊല്ലുന്നത് പുണ്യമുള്ള ഇബാദത്താണ്. ഭക്ഷണം വിതരണം ചെയ്യുന്നു, പുണ്യമുള്ള കാര്യമാണ്. ഹറാമുകൾ ചെയ്യരുത്, അത് എപ്പോഴും പാടില്ലല്ലോ.
എന്നല്ലാതെ തങ്ങളിത് ചെയ്തിട്ടില്ല എന്നതിൻ്റെ പേരിൽ ഒരു നന്മ ചെയ്യുമ്പോഴേക്കും ഇത് ബിദ്അത്താണ് എന്ന് ഒഴിവാക്കേണ്ട ബിദ്അത്താണെന്ന് പറയരുത്. ആ ഉദ്ദേശത്തിൽ അവർ പറയാം. ബിദ്അത്ത് നല്ലതുണ്ട് ചീത്തയുമുണ്ട് എന്ന് പറഞ്ഞത് ഇമാം നബവി റഹ്മത്തുള്ളാഹി. ഇനി 4 മദ്ഹബിൻ്റെ ഇമാമിയുടെ അഭിപ്രായം ഞാനിവിടെ പറയാം. കാരണം ഇത് എന്തെങ്കിലും പിന്നീടെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. പിന്നെ വേറൊരു ഹദീസ് ഇമാം മുസ്ലിം എന്നവർ കൊണ്ടുവന്ന ഹദീസ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ മാ ലൈസ മിൻഹു എന്ന് വന്നിട്ടുണ്ട്. ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ ദീനിന്റെ പ്രമാണങ്ങളോട് യോജിക്കാതെ വരുന്ന എല്ലാം, അതിന്റെ ഉദ്ദേശം അതാണ്. അങ്ങനെ പുതുതായി ഉണ്ടാക്കുന്നത് റദ്ദുൻ, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ലൈസ മിൻഹു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ശർഅ അംഗീകരിക്കാത്ത വിഷയങ്ങളെ തള്ളേണ്ടതുള്ളൂ, അല്ലാത്തത് തള്ളേണ്ട കാര്യമല്ല. സ്വഹീഹ് മുസ്ലിമിൽ മറ്റൊരു ഹദീസ് വന്നിട്ടുണ്ട്. മിൻ ഹദീസ് ജാബിർ ബിൻ അബ്ദുല്ലാഹിൽ ബജലി ജരീർ ബിൻ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. ജരീർ ബിൻ അബ്ദുല്ലാഹി എന്ന സ്വഹാബിയുണ്ട്. യൂസുഫ് ഹാദിഹിൽ ഉമ്മ, സ്വഹാബത്തിന്റെ ഈ ഉമ്മത്തിൽ വന്ന യൂസുഫ് നബിയാണ് എന്ന് പറയാം. അത് അത്രയും ഭംഗിയുള്ളൊരു സ്വഹാബിയായിരുന്നു ജരീർ ബിൻ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരനാണ്. അവരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ എപ്പോഴും തങ്ങളെ സംബന്ധിച്ച് ജരീർ തങ്ങളുടെ ഒരു ഹദീസ് തന്നെ ഉണ്ട്. മാ റആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തബസ്സമ ഫീ വജ്ഹി, എന്നെ കാണുമ്പോഴൊക്കെ നബി തങ്ങൾ പുഞ്ചിരിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ ജരീർ തങ്ങൾ പറയുന്നത്. മഹാനവളെ വിളിച്ചിട്ട് നബി തങ്ങൾ പുകഴ്ത്തി പറയുന്നത്, ജരീർ എന്നവരെ, നിങ്ങളിൽ 2 ഗുണങ്ങളുണ്ട്, അള്ളാഹുവിനത് ഇഷ്ടമാണ്. നിങ്ങൾ അവധാനതയുള്ള ആളാണ്, ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യാത്ത ആളാണ്, നിങ്ങൾ ക്ഷമ കൈകൊള്ളുന്ന ആളാണ് എന്നൊക്കെ നബി തങ്ങൾ മഹാനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹുമല്ലാഹു വറസൂലുഹു. അപ്പോൾ മഹാൻ ചോദിച്ചു, നബി ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത സ്വഭാവമാണോ അല്ല അള്ളാഹു എനിക്ക് തന്ന സ്വഭാവമാണോ? വലാകിൻ ഖുലുഖുൻ ജബലക അല്ലാഹു അലൈഹി, അള്ളാഹു നിങ്ങൾക്ക് പടച്ചു തമ്പുരാൻ തന്ന ഒരു പ്രകൃതമാണ് ഇത് എന്നൊക്കെ ജരീർ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞ ഹദീസൊക്കെ മഹാൻ ജരീർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ എപ്പോഴും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് സ്വഹീഹ് മുസ്ലിമിലെ വളരെ പ്രമാണപരമായ ഹദീസാണത്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ, ഇസ്ലാമിൽ ഒരാൾ ഒരു നല്ല കാര്യം കൊണ്ടുവന്നാൽ, ഒരു നല്ല കാര്യം ആരംഭിച്ചു, മുമ്പ് ചെയ്തിട്ടില്ലാത്ത കാര്യം, അതിനെ മൻ സന്ന എന്ന് പറയാൻ ഒരു സുന്നത്തായി കൊണ്ടുവന്നു, ഒരു ചര്യയായി കൊണ്ടുവന്നു എന്നതിനർത്ഥം. ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ, ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരുടെ കൂലിയും അയാൾക്ക് ലഭിക്കുന്നതാണ്. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈ, അയാൾ ചെയ്തത് ആരൊക്കെ പിന്തുടരുന്നുണ്ടോ അവരുടെ കൂലിയും ഇയാൾക്ക് കിട്ടും. എന്നാൽ അവരുടെ കൂലിയിൽ നിന്ന് ഒന്നും കുറയാതെയാണ് ഇയാൾക്ക് അല്ലാഹു നൽകുന്നത്. വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅതൻ, മോശമായ ഒരു സുന്നത്ത്, മോശമായ ഒരു ചര്യ ദീനിൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ കാന അലൈഹി വിസ്റുഹാ, ആ മനുഷ്യന് അതിന്റെ ശിക്ഷയുണ്ടാകും. വവിസ്റു മൻ അമില ബിഹാ മിൻ ബഅദി, തന്റെ കാലശേഷം ആരൊക്കെ ഇത് പിൻപറ്റുന്നുണ്ടോ അവരുടെയും തെറ്റിന്റെ ശിക്ഷ ഇയാൾക്ക് വരും. അവരുടെ ശിക്ഷയ്ക്ക് ഒരു കുറവും വരാത്ത രീതിയിൽ മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഔസാരിഹിം ഷൈ. ഈ ഹദീസിന് എന്താ അർത്ഥം കൊടുക്കുക? എല്ലാം തള്ളപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ പുതുതായൊരു നല്ല കാര്യം തുടങ്ങിയാൽ, ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങി, അത് ഖുർആൻ ഓതാനുള്ള ഒരു കൂട്ടായ്മയാണ്. ഒരു കൂട്ടായ്മ തുടങ്ങിയത് സ്വലാത്ത് ചൊല്ലാനുള്ളതാണ്. ഒരു കൂട്ടായ്മ വഅദും നസീഹത്തും കേൾക്കാനുള്ളതാണ്. ഒരു കൂട്ടായ്മ തുടങ്ങിയത് ചാരിറ്റി ചെയ്യാനുള്ളതാണ്. വല്ല കുഴപ്പമുണ്ടോ? അതൊക്കെ ബിദ്അത്താണ്, പറ്റാത്തതാണ് എന്ന് പറയാൻ പാടുണ്ടോ? ഒരു നല്ല കാര്യം ചെയ്താൽ അയാൾക്കതിൻ്റെ കൂലി കിട്ടും. ആരൊക്കെ അതിനെ ഫോളോ ചെയ്യുന്നുണ്ടോ അവരുടെ കൂലിയും അവർക്ക് അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണത്. അതുകൊണ്ടാണ് കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന വാക്കിന്റെ അർത്ഥം ആമുൻ മഖ്സൂസ്, മൊത്തമായ ആശയം അതിനില്ല. എല്ലാം ളലാലത്താണ് നടത്തുക. പ്രത്യേക സാഹചര്യങ്ങളിൽ വരുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ ശരീഅത്തിനോട് യോജിക്കാതെ വരുന്നത് മാത്രമേ ളലാലത്ത് എന്ന ആശയത്തിൽ വരുന്നുള്ളൂ എന്ന് ഇപ്പറഞ്ഞ ഹദീസുകളെ കൊണ്ടാണ് അത് വ്യാഖ്യാനിക്കുക. അതാണ് ഒരു ഹദീസ് കൊണ്ടൊരു കാര്യം തീരുമാനിക്കാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം. ഇത് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന്മാർ വസ്വാസ് ഉണ്ടാക്കുകയാണ്, അമലുകൾ വേണ്ട എന്ന് പറയാണ്.
ചെയ്യുമ്പോഴേക്കും മനുഷ്യന്മാരുടെ ഉള്ളിൽ കൽബിൽ പേടി വരെ പഠിച്ചോനെ ചെയ്ത് തെറ്റായി പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. നല്ല കാര്യങ്ങൾ ഇനി നബി തങ്ങളുടെ കാലത്തില്ലാത്തതാണെങ്കിൽ പോലും പണ്ഡിതന്മാർ അത് അംഗീകരിച്ചതാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്രസയും പിന്നെ കോളേജുകളും കാര്യങ്ങളും ഇതൊക്കെ പണ്ടുണ്ടായതാണോ? ഇല്ലാത്തതാണ്. പക്ഷെ വലിയ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നല്ല വിദ്യാർത്ഥികളാണ്, നല്ല കാര്യങ്ങളാണ്, പുതുതായി ഉണ്ടായതാണ്. അത്രേ അതിനർത്ഥമുള്ളൂ. ബിദ്അത്ത് എന്ന വാക്കിന് പുതുതായി ഉണ്ടായതെന്നർത്ഥം. ശറഈനോട് യോജിക്കാതെ വരുന്നത്, ശറഈന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായത്, അത് ളലാലത്താണ്, അത് പാടില്ലാത്തതാണ്. മൗലിദിനെ സംബന്ധിച്ച് എങ്ങനെ അത് പറയാൻ പറ്റുക? മൗലിദ് എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ തന്നെ വ്യാഖ്യാനിക്കുന്നത്. എന്താണ് മൗലിദ്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തങ്ങളുടെ മദ്ഹ് പറയലാണ്, സ്വലാത്തു ചൊല്ലലാണ്, അപദാനങ്ങൾ വാഴ്ചലാണ്, തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ പറയലാണ്. അത്തരം കാര്യങ്ങളിൽ ഏറ്റവും വലിയ നന്മയല്ലേ അത്? അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ചല്ലേ പറയുന്നത്? തങ്ങളെ സംബന്ധിച്ച് മഹബത്തുണ്ടാവുന്ന കാര്യമല്ലയോ അത്? അതെങ്ങനെയാണ് പറ്റാത്തതാണ് എന്ന് പറയാം എന്ന് ചോദിക്കുന്നത് മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ്. ഇമാം ബുഖാരി തങ്ങൾ സ്വലാത്തു തറാവീഹിന്റെ നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞൊരു ബാബുണ്ട്, കിതാബു സ്വലാത്തി തറാവീഹ്. അവിടെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു സംഭവം വരുന്നത്. ഖാല ഇബ്നു ഷിഹാബ് അസ്സുഹരി തങ്ങൾ ഫതൂഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാസു അലാ ദാലിക്. റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന കാലം മദീന പള്ളിയിൽ തറാവീഹിന്റെ ജമാഅത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് തങ്ങൾ വഫാത്തായത്. അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചു, ഐ അലാ തർക്കിൽ ജമാഅത്തി ഫി തറാവീഹ്. തങ്ങൾ അങ്ങനെയാണ് വഫാത്തായത് എന്ന് പറഞ്ഞതിന്റെ ആശയം അല്ലാമ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ സ്വഹീഹുൽ ബുഖാരിക്ക് ശറഹ് എഴുതിയ മഹാനാണ്. ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹാണ് ഫത്ഹുൽ ബാരി. അത് രചിച്ചത് ഹാഫിദുൽ അല്ലാമ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളാണ്. രണ്ട് ഇബ്നു ഹജർമാരുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി ഹദീസ് പണ്ഡിതൻ, പിന്നെ ഇബ്നു ഹജർ ഹൈതമി ഫിഖ്ഹ് പണ്ഡിതനാണ്. ഷാഫി മദ്ഹബിലെ മഹാനായ അറിയപ്പെട്ട പണ്ഡിതനാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ. ഇത് ഇബ്നു ഹജർ അസ്ഖലാനി ഫലസ്തീൻകാരനാണ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. മഹാൻ പറയാണ്, തറാവീഹ് ഇല്ലാതെയാണ് അങ്ങനെ കഴിഞ്ഞു പോയത്. എന്നിട്ട് ഇബ്നു ശിഹാബ് സുഹരി തങ്ങൾ വീണ്ടും പറയാ, ثم كان الأمر على ذلك في خلافة أبي بكر وصدرا من خلافة عمر رضي الله عنه. സദ്ദീഖ് തങ്ങളുടെ കാലത്തും തറാവീഹിന് ഇമാമത്തില്ല. ഒരു ഇമാമ് നിന്നിട്ട് ബാക്കിൽ നിന്ന് നിസ്കരിക്കുന്ന അവസ്ഥ സദ്ദീഖ് തങ്ങളുടെ കാലത്തില്ല. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ ആദ്യകാലം വരെയും അതില്ല. ഇത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഇനി സ്വഹീഹുൽ ബുഖാരിയിൽ ഈ തറാവീഹിനെ കുറിച്ച് പറഞ്ഞ സംഭവം കൂടെ പറയാം. അത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുൽ ഖാരി അന്നഹു ഖാൽ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുൽ ഖാരി റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുന്ന കഥ പറയുകയാണ്. ഖറജ്തു മഅ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ലൈലതൻ ഫീ റമളാന ഇലൽ മസ്ജിദ്. റമളാനിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞാൻ മസ്ജിദിലേക്ക് നടന്നുപോയി. ഫഇദ അന്നാസു ഔസാഉ മുതഫർരിഖൂൻ. അപ്പോൾ ജനങ്ങൾ ഓരോരുത്തരും വേറിട്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. യുസല്ലി റജുലു നഫ്സി, റമളാനിന്റെ രാവിൽ ഓരോരുത്തർ ഒറ്റക്ക് നിസ്കരിക്കുന്നു. പിന്നെ വൈസല്ലി റജുലു ഫൈസല്ലി ബിസ്വലാത്തിഹി റഹത്ത്. പിന്നെ ഒരാൾ നിസ്കരിക്കുന്ന ഒരു 5-8 ആൾ അയാളുടെ ബാക്കിലുണ്ട്, ഇവിടെ ഒരാൾ അയാളുടെ ബാക്കിൽ 10 ആള്. അങ്ങനെ ഓരോരുത്തരും വേറിട്ട് തറാവീഹ് നിസ്കരിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി അറാ, എനിക്കൊരു അഭിപ്രായമുണ്ട്, ലൗ ജമഅതു ഹൗലാഇ അലാ ഖാരിഇൻ വാഹിദിൻ, ഒരു ഇമാമിനെ നിർത്തിയിട്ട് ഇവരെല്ലാവരും ഒരുമിച്ച് മഅ്മൂമായി നിസ്കരിച്ചാൽ നല്ലതാണല്ലോ. ലകാന അംസൽ, അത് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് മഹാനായ അബ്ദുറഹ്മാൻ തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ. സുമ്മ അസം, പിന്നെ അതിന് തീരുമാനിച്ചു. ഫജമഅഹും അലാ ഉബയ്യ് ഇബ്നു കഅബ്, അങ്ങനെ ഖാരിഈങ്ങളുടെ നേതാവ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമ് നിർത്തിയിട്ട് തറാവീഹ് ജമാഅത്തായി ഉമർ തങ്ങൾ നിസ്കരിപ്പിച്ചു. ഇത് തങ്ങളുടെ കാലത്തില്ല, സദ്ദീഖ് തങ്ങളുടെ കാലത്തില്ല. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണത്തിന്റെ ആദ്യകാലം വരെയും ഇല്ലെന്ന് പറഞ്ഞതും സ്വഹീഹുൽ ബുഖാരി തന്നെയാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു നിസ്കാരം നടപ്പാക്കി. ثم خرجت معه ليلة أخرى, മറ്റൊരു രാത്രി ഞാൻ ഉമർ തങ്ങളുടെ കൂടെ
പുറത്തിറങ്ങിയപ്പോൾ വന്നാസു യുസല്ലൂന ബിസ്വലാത്തി ഖാരിഇഹിം, അവരുടെ ഇമാമായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ജനങ്ങൾ തറാവീഹിന് ജമാഅത്തായിട്ട് തറാവീഹ് നിസ്കരിക്കുന്നത് റമദാനിൽ രാവിൽ മഹാനായ ഉമർ തങ്ങളും കൂടെയുള്ള അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുൽ ഖാരി തങ്ങളും കാണുകയാണ്. ഖാല ഉമറു, ഇത് കണ്ടുകൊണ്ട് ഉമർ തങ്ങൾ പറഞ്ഞു, നിഅമൽ ബിദ്അതു ഹാദിഹി, ഈ ബിദ്അത്ത് എത്ര നല്ല ബിദ്അത്താണ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കാലത്ത് അത് ഇല്ല, ഞാനിത് നടപ്പാക്കി, ആളുകൾക്ക് ഖൈറായി. ഓരോരുത്തരും വേറിട്ട് നിസ്കരിക്കുന്ന ഒരു ഇല്ലാതെ ഒരു ഇമാമിന്റെ കീഴിൽ ഞാൻ ഇങ്ങനെ നിസ്കരിപ്പിച്ചത് നിഅമൽ ബിദ്അതു ഹാദിഹി എന്ന്, നിഅമൽ ബിദ്അതു ഹാദിഹി മുവത്തയിൽ നിഅമത്തിൽ ബിദ്അതു ഹാദിഹി എന്ന ഇമാം മാലിക് എന്നവരുടെ മുവത്തയിൽ കാണാം. ഈ ബിദ്അത്ത് എത്ര നല്ല ബിദ്അത്താണ്. അതുകൊണ്ട് ഫഇൻ ഖീൽ, അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറഞ്ഞത്, ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അഹ് വകുല്ല ബിദ്അത്തിൻ ളലാല, നിങ്ങളാരും പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കരുതേ, കാരണം എല്ലാ പുതുതായി ഉണ്ടാക്കുന്നതും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും ളലാലത്താണ് എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ഫയുഖാൽ, അതിന് മറുപടി പറയുന്നത് ഇന്ന മുറാദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ബിദ്അത്ത് എല്ലാം ബിദ്അത്തുകളും ളലാലത്താണ് എന്ന് തങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാ ഉഹ്ദിസ അലാ ഖിലാഫിൽ കിതാബി അവി സുന്നത്തി അവിൽ ഇജ്മാഇ അവൽ അഥർ, ഇജ്മാഅോ പണ്ഡിതന്മാരുടെ അഭിപ്രായമോ ഖുർആനിനോ സുന്നത്തിനോ വിരുദ്ധമായി ഉണ്ടാക്കപ്പെട്ടതേ ളലാലത്തുള്ളൂ, പിഴച്ചതുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഇനി 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞു? ഇപ്പം നാട്ടിൽ ചില ആൾക്കാർ ചോദിക്കും, അങ്ങനെ ബിദ്അത്ത് 2 ഇല്ലല്ലോ, അത് വെറുതെ ഉണ്ടാക്കുകയാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആളുകൾ. കാരണം നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ചൊരു ചർച്ച ദാറുൽ ഹുദയിലെ ഒരു ബിദ്അത്ത് ശിർക്ക് കുഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടൈറ്റിലിൽ നമ്മുടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നമ്മുടെ ചില കർമ്മങ്ങളെ സംബന്ധിച്ച് വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് ഒരു 5 വർഷം അങ്ങനെ ആയി കാണും. അപ്പോൾ അങ്ങനെ ഒരു ബിദ്അത്ത് ഹസനത്ത് സയ്യിഅത്ത് എന്ന് പറഞ്ഞ 2 ഉണ്ടോ, അത് വെറുതെ പറയല്ലേ എന്ന് വിവരമില്ലാത്ത സാധുക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പറയാണ്, മദാഹിബുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമുമാർ അവരുടെ പ്രമാണങ്ങളിൽ എന്ത് പറയുന്നു? ഒന്ന് ഹനഫി മദ്ഹബ് എടുക്കാം. ഹനഫി മദ്ഹബിന്റെ പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ഇബ്നു ആബിദീൻ അൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ ഹാഷിയയിൽ ഖദ് തകൂനുൽ ബിദ്അത്തു വാജിബ, ബിദ്അത്ത് ചിലപ്പോൾ നിർബന്ധമാകും. എങ്ങനെ? കനസ്ബിൽ അദില്ലത്തിൽ റദ്ദി അലാ അഹ്ലിൽ ഫിറഖിദ് ളാല്ല, പിഴച്ച വിഭാഗങ്ങളുമായി സംവാദങ്ങൾ നടത്തുന്നത്. അത് തങ്ങളുടെ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് നമുക്ക് സംവാദങ്ങൾ നടത്തേണ്ടി വരും, അവർക്ക് വേണ്ടി തെളിവുകൾ നിരത്തേണ്ടി വരും. അത് തങ്ങളുടെ കാലത്ത് ഇല്ലാത്തതാണ്, പക്ഷെ ഇന്നത് ചെയ്യൽ നിർബന്ധമായിട്ട് വരും. പിന്നെ ഏതുപോലെ ഖുർആനും ഹദീസും മനസ്സിലാക്കണമെങ്കിൽ അറബി ഗ്രാമർ പഠിക്കണം. അതിനാണ് നഹ്വ് എന്ന് പറയാം. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് അറബി നഹ്വ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഇല്ല, അങ്ങനെ പഠിക്കാറില്ല. അന്ന് ബൈച്ചുകൾ, ഷഅറുകൾ ഒക്കെ കവികൾ പാടുന്നത് ഉദ്ധരിക്കുന്നു എന്നല്ലാതെ നഹ്വ് സർഫ് നമ്മൾ സഞ്ചാനും അജ്നാസും മീസാനും ഒന്നും അന്നത്തെ കാലത്ത് ഇല്ല. അത് പിന്നീടുണ്ടായ ഒരു അറബ് ഭാഷയുടെ ശാസ്ത്രശാഖയാണ്. നഹ്വ് പഠിക്കൽ നിർബന്ധം, അത് ബിദ്അത്താ, പക്ഷേ ബിദ്അത്തുൻ വാജിബത്തുൻ. കാരണം നഹ്വ് പഠിച്ചാലേ ഖുർആൻ മനസ്സിലാവും, നഹ്വ് പഠിച്ചാലേ ഹദീസ് മനസ്സിലാവും. അപ്പോഴേ ഉലമാ പറഞ്ഞതിന് അർത്ഥം എന്താണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നഹ്വ് പഠിക്കൽ നിർബന്ധമാണ്, അത് ബിദ്അത്തുൻ വാജിബത്താണ്. വമൻജൂബത്തുൻ, സുന്നത്തുള്ള ബിദ്അത്ത് വരും. കഇഹ്ദാത്തി നഹ്വി റിബാത്തിൻ വമദ്റസ, മദ്രസകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടാക്കൽ, അത് സുന്നത്തായ കൂലി കിട്ടുന്ന ബിദ്അത്താണ്. ആര് പറയുന്നു? ഹനഫി പണ്ഡിത് ഇബ്നു ആബിദീൻ തങ്ങൾ. വകുല്ലു ഇഹ്സാനിൻ ലം യകുൻ ഫി സ്വദരിൽ അവ്വൽ, ആദ്യ നൂറ്റാണ്ടുകളിൽ ഇല്ലാത്ത എല്ലാ നന്മകളും മനുഷ്യന്മാർ ഇന്ന് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും സുന്നത്തായ ബിദ്അത്താണ്. പിന്നെ വമക്റൂഹ, കറാഹത്തുള്ള ബിദ്അത്ത് വരും. കസ്ഖറുഫത്തിൽ മസാജിദ്, പള്ളികൾക്ക് ഭംഗി വർദ്ധിപ്പിക്കുക, ഡെക്കറേഷൻ കൂട്ടുക, പള്ളിക്കുള്ളിൽ ഒരുപാട് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നത്, അത് കറാഹത്താണ്. വമുബാഹത്തുൻ, മുബാഹായ ഹലാലായ ബിദ്അത്തുണ്ട്. വസ്ത്രങ്ങൾ, പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ഇടുന്നത്, പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇടുന്നത്, പലതരത്തിലുള്ള പാനീയങ്ങൾ, പലതരത്തിലുള്ള ജ്യൂസ് കുടിക്കുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള പാനീയങ്ങൾ കുടിക്കുന്നു, പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ഇത് ഹലാലായ ബിദ്അത്താണ്. ഇങ്ങനെ ബിദ്അത്തിനെ 5 നിയമങ്ങൾക്കനുസരിച്ച് കൊണ്ടുവരേണ്ടി വരും എന്ന് പറഞ്ഞത് ഹനഫി മദ്ഹബ്.
മാലിക്കി മദ്ഹബ്, മഹാനായ മുഹമ്മദ് സുർഖാനി അൽ മാലിക്കി മുഅത്തഖ് ശർഹ് എഴുതിയ മഹാനാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു നിഅമത്തിൽ ബിദ്അതു ഹാദിഹി, ഞാൻ ഈ ചെയ്ത ബിദ്അത്ത് എത്ര നല്ല ബിദ്അത്താണ് എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാം സുർഖാനി തങ്ങൾ പറഞ്ഞു, ഫസമ്മാഹാ ബിദ്അതൻ, അതിനെ ബിദ്അത്ത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചില്ലയോ, ലിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസുന്നൽ ഇജ്തിമാഅ ലഹാ, കാരണം തറാവീഹിന്റെ ജമാഅത്ത് നബി തങ്ങൾ സുന്നത്താക്കിയിട്ടില്ല, അത് ഉമർ തങ്ങൾ ചെയ്തതാണ്. വലാ കാനത് ഫി സമാനി സുദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തും ജമാഅത്ത് ഇല്ലല്ലോ തറാവീഹിന്. വഹിയ ലുഗതൻ, ഭാഷയിൽ പറയുമ്പോൾ മാ ഉഹദിസ അലാ ഗൈരി മിസാലിൻ സാബിഖ് വതുത്ലഖു ശർഅൻ അലാ മുഖാബിലി സുന്ന വഹിയ മാ ലം യകുൻ ഫി അഹദിഹി ثم തൻഖിസുമു ഇല അൽ അഹ്കാമിൽ ഖംസ. മഹാൻ പറയാൻ തങ്ങളുടെ കാലത്തില്ലാത്തതിനൊക്കെ ബിദ്അത്ത് എന്ന് പറഞ്ഞാലും 5 ഹുക്മുകൾ അതിന് വരും. ഹറാമ്, ഹലാല്, സുന്നത്ത്, വാജിബ്, മുബാഹ്, ഇങ്ങനെ 5 നിയമങ്ങൾക്കനുസരിച്ച് ബിദ്അത്ത് വരുമെന്ന് പറഞ്ഞത് മാലിക്കി മദ്ഹബിന്റെ ഇമാം. പിന്നെ മാലിക്കി മദ്ഹബിൽ തന്നെ മഹാനായ അഹ്മദ് ഇബ്നു യഹ്യ അൽ വൻശരീസി എന്ന് പറയും മാലിക്കി ഇമാമിന്റെ കിതാബുൽ മഅയാറുൽ മുഅറബ് വഅസ്ഹാബുന വഇൻ ഇത്തഫഖു അലാ ഇൻകാരിൽ ബിദ്അ ഫിൽ ജുംല. മാലിക്കി മദ്ഹബിന്റെ ഇമാമുമാർ, അസ്ഹാബുകൾ ബിദ്അത്ത് പാടില്ല എന്ന വിഷയത്തിൽ എല്ലാവരും ഐക്യകണ്ഠേന യോജിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഫത്തഹ്ഖീഖുൽ ഹഖ്, സത്യമായ അതിന്റെ വിവരണം, അന്നഹാ ഖംസത്തു അഖ്സാം, 5 വിധത്തിൽ ബിദ്അത്തുണ്ട്. എന്നിട്ട് ഈ 5 കാര്യങ്ങളും പറഞ്ഞു. ഫൽ ഹഖ് ബിൽ ബിദ്അ, അതുകൊണ്ട് ബിദ്അത്തിനെ സംബന്ധിച്ച് പറയേണ്ട ന്യായമായ അഭിപ്രായം ഇദാ ഉരിദത് അൻ തുഅറദ അലാ ഖവാഇദി ശർഇ, ശർഇന്റെ നിയമങ്ങൾക്ക് യോജിച്ചു വരുന്നുണ്ടോ ഇല്ലയോ, അതിനനുസരിച്ച് ബിദ്അത്ത് ശരിയോ തെറ്റോ എന്ന് പറയാൻ പാടുള്ളൂ. എന്നിട്ട് പറഞ്ഞു അന്ന ഖൗലഹു ലാ ശക്ക, സംശയം വേണ്ട, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞ ഹദീസ് മിനൽ ആമിൽ മഖ്സൂസ്, അത് ആമായ ആശയമെന്ന് തോന്നും, പക്ഷേ അതിൻ്റെ ആശയം പ്രത്യേകമായ ചില സാഹചര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ്. കമാ സറഹ ബിഹി അൽഇമ്മത്തു റിദ്വാനുല്ലാഹി അലൈഹിം. ഇനി ഷാഫിഈ മദ്ഹബ്, ഇമാം ഷാഫിഈ തങ്ങൾ പറയാ അൽ മുഹ്ദസാത്തു മിനൽ ഉമൂരി ദർബാനി, പുതുതായി ഉണ്ടാകുന്ന വിഷയങ്ങൾ 2 വിധമാണ്. അഹദുഹുമാ മാ ഉഹ്ദിസ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅ. മഹാന്മാരുടെ താബിഈങ്ങളുടെ താബിഈങ്ങളുടെ സ്വഹാബത്തിന്റെ അഭിപ്രായത്തിനെതിരായി വന്നത്, ഒരു ഇജ്മാഇനെതിരായി വന്നത്, ഖുർആനിനോ ഹദീസിനോ എതിരായി വന്നത്, ഫഹിയൽ ബിദ്അത്തു ളലാല, അതാണ് ളലാലത്തിന്റെ ബിദ്അത്ത്. ഇമാം ഷാഫിഈ തങ്ങൾ പറയാൻ മനാഖിബു ഷാഫിഈയിൽ ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് മാ ഉഹദിത മിനൽ ഖൈരി ലാ ഖിലാഫ ഫീഹി ലിവാഹിദിൻ മിൻ ഹാദാ ഫഹിയ മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമ. ശർഇന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമല്ലാത്തത്, എതിർക്കപ്പെടാൻ ഒന്നുമില്ലാത്ത നന്മകൾ, എന്നാൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഇത് ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിക്കുകയും ചെയ്തു. ഷാഫി മദ്ഹബിലെ തന്നെ അബൂ നഈം അൽ അസ്ഫഹാനി ഹില്യത്തുൽ ഔലിയ, വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. حدثنا حرملة بن يحيى قال سمعت محمد بن إدريس الشافعي رضي الله عنه يقول, ഷാഫിഈ ഇമാം പറയുന്നത് ഞാൻ കേട്ടുവെന്ന് മഹാനവറുകളുടെ അസ്ഹാബിൽപ്പെട്ട ഹർമലത്ത് ഇബ്നു യഹ്യ തങ്ങൾ, അൽ ബിദ്അത്തു ബിദ്അത്താനി, പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ 2 വിധമാണ്. ബിദ്അത്തുൻ മഹ്മൂദത്തുൻ, സ്തുതിക്കപ്പെടേണ്ട നല്ലതുണ്ട്, വബിദ്അത്തുൻ മദ്മൂമത്തുൻ, ആക്ഷേപിക്കപ്പെടേണ്ടതുമുണ്ട്. ഫമാ വാഫഖസ് സുന്ന ഫഹുവ മഹ്മൂദുൻ, റസൂലുള്ളാഹി തങ്ങളുടെ ചര്യയോട് യോജിച്ചു വരുന്നത്, ഹദീസിന് വിരുദ്ധമല്ലാത്തത് സ്തുതിക്കപ്പെടേണ്ടതാണ്. വമാ ഖാലഫസ് സുന്ന ഫഹുവ മദ്മൂമുൻ. ഇതിൽ പറഞ്ഞിട്ട് വഹ്തജ്ജ ബിഖൗലി ഉമർ ബിൻ ഖത്താബ് ഫീ ഖിയാമി റമളാൻ നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി എന്ന് പറഞ്ഞില്ലയോ, അതാണ് അതിൻ്റെ പ്രമാണം. സഹീഹ് ബുഖാരിയുടെ ഹദീസാണത്. അതുകൊണ്ടാണ് തൊട്ടതിനും പിടിച്ചനും അത് തങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഒരു വിവരമില്ലായ്മയിൽ നിന്ന് വരുന്ന ചോദ്യമാണ് എന്ന് പറയാൻ കാരണം. 3 മദ്ഹബായി. ഇനി ഒരു മദ്ഹബ് കൂടെ നമുക്ക് ചർച്ച ചെയ്യാൻ ബാക്കിയുള്ളൂ. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ, ഇമാം നബവി തങ്ങൾ ഖാല നബവി സഹീഹ് അലാ സഹീഹ് മുസ്ലിം, സഹീഹ് മുസ്ലിമിൽ കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന ഹദീസിനെ വളരെ മനോഹരമായി വ്യാഖ്യാനിച്ചു ഇമാം നബവി തങ്ങൾ. ഷാഫി മദ്ഹബിലെ പ്രബലരായ പണ്ഡിതനാണ് ഇമാം നബവി തങ്ങൾ. ഹാദാ ആമുൻ മഖ്സൂസ്, ഇത് പൊതുവായി പറയേണ്ട കാര്യമല്ല,
എല്ലാം എന്ന് പറഞ്ഞാൽ പോലും അവിടെ ആശയം അങ്ങനെയല്ല. മഖ്സൂസുൻ, പ്രത്യേകമായി ചില കാര്യങ്ങളെക്കുറിച്ച് ആ പറയുന്നതിനർത്ഥമുള്ളൂ. വൽ മുറാദു ഗാലിബുൽ ബിദ്അ, പുതുതായി ഉണ്ടാകുന്നതിൽ ബഹുഭൂരിപക്ഷവും ഒരുപക്ഷെ എതിർക്കപ്പെടേണ്ടതായിരിക്കാം. അതുകൊണ്ടാണ് വകുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറയാൻ കാരണം. ഖാലൽ ഉലമാ, ഇമാം നബവി തങ്ങൾ പറയുന്നു, ഷാഫിഈ മദ്ഹബ്, അൽ ബിദ്അത്തു ഖംസത്തു അഖ്സാമിൻ, ബിദ്അത്ത് 5 വിധമാണ്. വാജിബത്തുൻ, നിർബന്ധമായ ബിദ്അത്തുണ്ട്, ചെയ്യലത് നിർബന്ധമാണ്. വ മൻജൂബത്തുൻ, സുന്നത്ത്. വ മുഹറമത്തുൻ, ഹറാം. വ മക്റൂഹത്തുൻ, കറാഹത്ത്. വ മുബാഹത്തുൻ, ഹലാലായത്. ഇങ്ങനെ 5 വിധമുണ്ട് എന്ന് ഇമാം നബവി തങ്ങൾ സമർത്ഥിക്കുകയാണ്. പിന്നെ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ, റസൂലുള്ളാഹി തങ്ങളുടെ കാലശേഷം തങ്ങളുടെ കാലത്തില്ലാത്തൊരു നന്മ ഒരാൾ ദീനിൽ കൊണ്ടുവരികയാണെങ്കിൽ അയാൾക്കതിൻ്റെ പ്രതിഫലമുണ്ടെന്നും ആരൊക്കെ അതിനെ തുടർന്ന് ചെയ്യുന്നുണ്ടോ അവർക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞ ഹദീസ് അൽ ഹസ്സു അലൽ ഇബ്തിദാഇ ബിൽ ഖൈറാത്ത്, നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല കാര്യങ്ങൾ തുടങ്ങണം എന്ന് പ്രേരിപ്പിക്കുകയാണല്ലോ ആ ഹദീസ് ചെയ്യുന്നത്. വസന്നിൽ സുനനിൽ ഹസനാത്ത്, നല്ല ചര്യകൾ തുടങ്ങി വെക്കണം, അതില്ലാത്തതാണല്ലോ എന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്. ഇസ്ലാം വിശാലമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമുക്ക് മനസ്സിലാകുന്നില്ല. തങ്ങളുടെ മഹബത്ത് പ്രകടിപ്പിക്കുക, അത് റബീഉൽ അവ്വൽ പ്രകടിപ്പിച്ചുകൂടാന്ന് പറയുന്നുണ്ടോ? അത് പ്രത്യേക സാഹചര്യങ്ങളിൽ പാടില്ല എന്ന് പറയുന്നുണ്ടോ? അത് ശർഅ് വെച്ചിട്ടുള്ള നിബന്ധനകൾക്കും ബൗണ്ടറിക്കും അകത്ത് കിടക്കുന്ന ഒരു മുഅ്മിനിന്റെ തസറുഫ് മുഴുവൻ ഹലാലും ജായിസും മന്ദൂബുമല്ലേ. അതുകൊണ്ട് എല്ലാം എതിർക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ ദയവ് ചെയ്ത് പിന്മാറണം. അല്ലാമ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരി 4-ാം വോള്യം 298-ാമത്തെ പേജ്, നിഅമൽ ബിദ്അ, ചില റിവായത്തിൽ നിഅമത്തുൽ ബിദ്അ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണത്. വൽ ബിദ്അതു അസ്ലുഹാ മാ ഉഹദിത അലാ ഗൈരി മിസാലിൻ സാബിഖ് വതുത്ലഖു ഫി الشرع في مقابل السنة فتكون مذمومة وإن كانت مما تندرج تحت مستقبح في الشرع فهي مستقبحا وإلا فهي من قسم المباح എന്ന് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി. അതിൻ്റെ ഒക്കെ ആശയം എന്താണെന്നറിയോ? ഇത് ഒറ്റയടിക്ക് പാടില്ലാത്തതാണെന്ന് പറഞ്ഞുകൂടാന്നാണ്. ആകെ ഈ ഒറ്റ ഹദീസാ പറയാ, കുല്ലു ബിദ്അത്തിൻ ളലാല, അപ്പോൾ തീർന്നു. തങ്ങളുടെ കാലത്തില്ലല്ലോ, എന്നാ വേണ്ട, അങ്ങനെ പറയരുത്. ഹംബലി മദ്ഹബിലേക്ക് വരാം. ഷംസുദ്ദീൻ മുഹമ്മദ് ഇബ്നു അബിൽ ഫത്ഹിൽ ബഅലി അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബു ത്വലാഖ് അൽ മത്ലഉ അലാ അബ്വാബിൽ മുഖന്ന വൽ ബിദ്അതു മിമ്മാ ഉമില ഗൈരി മിസാലിൻ സാബിഖ് വൽ ബിദ്അതു ബിദ്അതാനി, ബിദ്അത്ത് 2 വിധമുണ്ട്. ബിദ്അതു ഹവൻ വ ബിദ്അതു ളലാല, ഓരോരുത്തരും അവന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതുണ്ട്, പിഴച്ചുപോയതുമുണ്ട്. വൽ ബിദ്അതു മുൻഖസിമത്തുൻ ബിൻഖിസാമി അഹ്കാമി തകാലീഫിൽ ഖംസ, 5 നിയമങ്ങളുണ്ടല്ലോ നമുക്ക്. നിർബന്ധം, പാടില്ലാത്തത്, കറാഹത്ത്, ഹലാലായത്, നിർബന്ധമായത്. ഇത്തരം നിയമങ്ങൾക്കനുസരിച്ചത് മാറും. ഇനി റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുന്നതിന്റെ വിധി എന്താണ്? എന്താണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഇത് മുജ്തഹിദീങ്ങൾ പറയേണ്ട കാര്യമാണ്, ഹലാലും ഹറാമും പറയേണ്ടത്. സലഫു സ്വാലിഹീങ്ങൾ എന്ത് പറഞ്ഞു? ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷമായിലുകൾ പറയരുതെന്ന് പറയാം? ഷമായിലു തുർമുദി എന്ന് പറഞ്ഞ ഹദീസിന്റെ ഗ്രന്ഥം ഉണ്ടല്ലോ, ഇമാം തുർമുദി തങ്ങളുടെ സുനന്റെ അവസാന ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തെ വർണ്ണിക്കുകയാണത്. തങ്ങളുടെ തലമുടി എങ്ങനെയായിരുന്നു, തങ്ങളുടെ കണ്ണുകൾ എങ്ങനെയായിരുന്നു, തങ്ങളുടെ പല്ലുകൾ എങ്ങനെയാണ്, അവിടുത്തെ ഷോൾഡർ, അവിടുത്തെ ഹൈറ്റ്, അവിടുത്തെ നിറം, അവിടുത്തെ പുഞ്ചിരി, അവിടുത്തെ ഐബ്രോ എങ്ങനെയായിരുന്നു, ഇങ്ങനെ എല്ലാം വളരെ മനോഹരമായി വ്യാഖ്യാനിച്ചിട്ടുള്ള ഹദീസുകളാണ് ഷമാഇലു തുർമുദി. ഇത് മുസ്ലിം ഉമ്മത്ത് ഖിയാമത്ത് നാൾ വരെ വായിക്കുകയും പറയുകയും അറിയുകയും ചെയ്യണം എന്നതുകൊണ്ട് മാത്രമല്ലേ ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അതല്ലാതെ അതുകൊണ്ട് എന്ത് അമല് ചെയ്യാനാണ്? തങ്ങളുടെ രൂപം ഇങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞിട്ട് നമുക്ക് എന്ത് അമൽ ചെയ്യാൻ പറ്റും? മഹബത്തല്ലാതെ, തങ്ങളെ സ്നേഹിക്കലല്ലാതെ, ആ ഒരു ഇബാദത്തിന് വേണ്ടി അല്ലയോ അവര് അതങ്ങനെ ബാക്കിയാക്കിയത്? എത്ര ഹദീസുകളുണ്ട് തങ്ങളുടെ ശരീരത്തിന്റെ വർണ്ണന നടത്തുന്നത്. അതുകൊണ്ട് തങ്ങളെ സംബന്ധിച്ച് പറയുന്ന നന്മകൾ ഹറാമാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പാടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ദീനിന്റെ വിശാലമായ തലങ്ങളെയൊക്കെ സങ്കുചിതമാക്കി എന്ന് പറയേണ്ടി വരും. റസൂലുള്ളാഹി തങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ. പിന്നെ
പറയുന്നൊരു വിഷയമുണ്ട്, ഈ മൗലിദ് ആരാണ് തുടങ്ങിയത്, എന്നാ തുടങ്ങിയത് എന്നൊക്കെ ഞാൻ അതിലേക്ക് വരാം. മൗലിദിനെ സംബന്ധിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള ആദ്യത്തെ പരാമർശം ഹിജറ 540 ജനിച്ച മഹാനായ ഇബ്നു ജുബൈറുൽ ഖനാനി അൽ അന്ദുലുസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു കിതാബുണ്ട്. അദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ള പണ്ഡിതനാണ്, ഒരുപാട് യാത്ര ചെയ്ത ആളാണ്, സത്യസന്ധനായ ആലിമാണ്. മുഹമ്മദ് ബിൻ അഹ്മദ് ബിൻ ജുബൈറുൽ ഖനാനി അൽ അന്ദുലുസി അദ്ദേഹമാണ് നബിതങ്ങളുടെ മൗലിദ് ആഘോഷമായി നടന്നിട്ടുണ്ട് മക്കയിലും മദീനയിലുമെന്ന് നമ്മുടെ കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നത് മഹാനായി ഇബ്നു ജുബൈർ അൽ ഖിനാനി അൽ അന്ദുലുസിയുടെ കിതാബിലാണ്. റിഹ്ലത്ത് ഇബ്നു ജുബൈർ എന്നതിന് പറയാം. 114-115 പേജുകൾ. എന്താണ് ഇതിൽ പറയുന്നറിയോ? യുഫ്തഹു ഹാദൽ മക്കാനുൽ മുബാറക്. റസൂലുള്ളാഹി തങ്ങളുടെ വീട് അന്ന് മക്കയിലുണ്ട്. ഹിജറ 500 എന്ന് പറഞ്ഞാൽ ഹിജറക്ക് 6-ാം നൂറ്റാണ്ട്, ഹിജറയുടെ 6-ാം നൂറ്റാണ്ട്. ഇന്നിപ്പോൾ 14-ാം നൂറ്റാണ്ടാണ്. ഹിജറ 15-ാം നൂറ്റാണ്ടാണ്. ഹിജറയുടെ 6-ാം നൂറ്റാണ്ടിൽ യുഫ്തഹു ഹാദൽ മക്കാനുൽ മുബാറക്, ഈ മുബാറക്കായ സ്ഥലം തുറക്കപ്പെടും. ഐ മൻസിലുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ജനിച്ച വീട് അത് തുറക്കപ്പെടും. വയദ്ഖുലുഹു ജമീഉർ റിജാൽ, പുരുഷന്മാരൊക്കെ ആ വീടിനുള്ളിലേക്ക് കയറും. ലിത്തബറുക്കി ബിഹി, ആ വീട് കൊണ്ട് ബറക്കത്തെടുക്കാൻ. ഫീ കുല്ലി യൗമിൽ ഇത്നൈൻ, എല്ലാ തിങ്കളാഴ്ച ദിവസവും മിൻ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിലെ എല്ലാ തിങ്കളാഴ്ചയും തങ്ങളുടെ വീട്, സാധാരണ അടഞ്ഞു കിടക്കുന്ന ആ വീട്, ചരിത്രപരമായി ശേഷിച്ചിരുന്ന വീട് തുറന്നു കൊടുക്കും. ഫഫീ ഹാദൽ യൗമി വദാക ശഹർ ഉലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിങ്കളാഴ്ച ദിവസത്തിലും റബീഉൽ അവ്വൽ മാസത്തിലുമാണല്ലോ തങ്ങൾ ജനിച്ചത്. അതുകൊണ്ട് മക്കയിൽ തങ്ങളുടെ വീട് ജനങ്ങൾ സന്ദർശിക്കുന്ന പതിവുണ്ടായിരുന്നുവെന്ന് ചരിത്ര പണ്ഡിതനായ സ്പെയിൻകാരനായ പണ്ഡിതൻ മഹാനായ ഇബ്നു ജുബൈർ അൽ ഖിനാനി അൽ അന്ദുലുസി അദ്ദേഹത്തിൻ്റെ റിഹ്ലയിൽ രേഖപ്പെടുത്തുകയാണ്. ഇതാണ് കിതാബുകളിൽ മൗലിദ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ പരാമർശം. അതിന് മുമ്പുണ്ടായിരിക്കാം, രേഖപ്പെടുത്തപ്പെടാതെ പോയിട്ടുണ്ടായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ ഇബ്നു ജുബൈർ എന്നവർ അത് ഏകദേശം ഹിജറയുടെ 6-ാം നൂറ്റാണ്ടിലാണ് മഹാനവറുകൾ. അദ്ദേഹം മക്കയിലേക്ക് വരുന്നത് ഹിജറ 579-ലാണ്. 579. അങ്ങനെ 8 മാസം അവർ മക്കയിൽ താമസിച്ചു. ദുൽഹിജ്ജ 22-ന് വ്യാഴാഴ്ചയാണ് അവർ മദീനയിലേക്ക് പോയത്. അദ്ദേഹത്തിൻ്റെ റിഹ്ലയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ ജനനം നടന്ന ദിവസവും ആ മാസവും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചിരുന്ന വീട് തുറക്കുകയും ആളുകൾ അകത്ത് കടക്കുകയും ലിത്തബറുക്കി, എന്തിനകത്ത് കിടക്കണത്? ബറക്കത്തെടുക്കാൻ, അത് പുണ്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളാണ് മക്കക്കാർ, അവിടെ ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങളായ ആളുകൾ എന്ന് മഹാനവർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇബ്നു ജുബൈർ തങ്ങൾ മക്കയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ്, മദീനയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഈ പരിശുദ്ധമായ മണ്ണിൽ അങ്ങനൊരു ആചാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ഇത് വിശാലമായ രീതിയിൽ ചെയ്തത് ഇർബിലിന്റെ രാജാവായിരുന്ന മുദഫർ എന്ന് പറയുന്ന രാജാവാണ്. ഈ മുദഫർ എന്ന് പറഞ്ഞ അദ്ദേഹം ആലിമാൻ, തഖിയ്യുൻ, വരിഉൻ, സൂക്ഷ്മതയുള്ള, അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതനായ ഭരണാധികാരിയാണ് ഈ മുദഫർ എന്ന് പറഞ്ഞ ആള് എന്നല്ലാതെ ആരോപിക്കപ്പെടേണ്ട ആളല്ല. അദ്ദേഹം ഇത് ചെയ്തത് ഗംഭീരമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ ഒരു മൗലിദിനെ സംബന്ധിച്ച് പറയുന്ന ഒരു വിവരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുദഫർ അബൂ സഈദ് സാഹിബ് ഇർബിൽ റബീഉൽ അവ്വൽ 12-ന്, റബീഉൽ അവ്വൽ മാസം മുഴുവനും അദ്ദേഹം ജനങ്ങൾക്ക് ധാരാളം ആളുകളെ വിളിച്ചിട്ട് വലിയൊരു മൗലിദ് പരിപാടി അത് ചെയ്തത് മുദഫർ രാജാവാണ്. അത് ചെയ്യുന്നത് ഹിജറ 8-ാം നൂറ്റാണ്ടിലാണ്. ശരിയാണ്. പക്ഷെ അതിൻ്റെ മുമ്പ് ഹിജറ 500-കളിൽ തന്നെ മക്കയിലുണ്ടെന്ന് പറഞ്ഞല്ലോ ഇബ്നു ജുബൈർ തങ്ങൾ. മുദഫർ രാജാവ് ഉണ്ടാക്കിയതാണെന്ന് എല്ലാവരും ആരോപിക്കുക. അദ്ദേഹം ഉണ്ടാക്കിയതല്ലാതെ അദ്ദേഹമാണ് ഇത് പ്രത്യക്ഷത്തിൽ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിൽ പറയുന്നത് 5000 ആടിൻ്റെ തല അന്ന് ജനങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന ആടുകൾ 5000 ഉണ്ട്. 10,000-ഓളം കോഴിയും 100,000 സബദിയ, 100,000-ഓളം പിന്നെ സബദ് എന്ന് പറഞ്ഞാൽ ചീസിൻ്റെ പാക്കറ്റുകൾ, 30,000 സഹനിൻ ഹൽവ, 30,000 മധുരത്തിൻ്റെ പാത്രങ്ങളും അന്ന് പരിപാടി കഴിഞ്ഞപ്പോൾ എണ്ണിയിട്ടുണ്ട് എന്ന് ചരിത്ര പണ്ഡിതന്മാർ. അങ്ങനെ നടത്തിയത് മുദഫർ രാജാവാണ് എന്ന് വിചാരിച്ച് അദ്ദേഹം തുടങ്ങി വെച്ചു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്.
മുദഫർ രാജാവിനെ സംബന്ധിച്ച് അദ്ദേഹം തഖിയാണ്, ആലിമാണ്, പണ്ഡിതനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഹാനായ മുഹമ്മദ് ബിൻ അഹ്മദ് അലീഷുൽ മാലിക്കി മൗലിദ് ആചരിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലാണ് ഈ മുദഫർ രാജാവിന്റെ സംഭവങ്ങളൊക്കെ വിവരിക്കുന്നത്. അന്ന് ഒരുപാട് ആലിമീങ്ങൾ വന്നിട്ടുണ്ട്. അയാനുൽ ഉലമാഇ വസ്സുഫിയ്യ, തസൂഫിന്റെ ആലിമീങ്ങളും ഉലമാവും ആ മുദഫർ രാജാവിന്റെ മൗലിദിൽ സംബന്ധിച്ചു. അത് നടക്കുന്നത് ഹിജ്റയുടെ 8-ാം നൂറ്റാണ്ടിലാണ് എന്നല്ലാതെ ഇത് ആകെ തുടങ്ങിയത് മുദഫർ രാജാവിന്റെ കാലത്ത് മാത്രമാണ് എന്ന് പറയരുത്. അതിൻ്റെയും 3 നൂറ്റാണ്ട് മുമ്പ് ഈ സംഭവം വീക്ഷിച്ച മഹാനാണ് ഇബ്നു ജുബൈറുൽ കിനാനി അൽ അൻദുലുസി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആചരിക്കുന്ന ഈ ഒരു ആചാരം. അത് ലോകത്ത് ഒരുപാട് പുതിയ പുതിയ സംഭവങ്ങൾ മുസ്ലിം ലോകത്ത് വന്നു. വിദ്യാഭ്യാസ രംഗത്ത് വരട്ടെ, നമ്മുടെ ജീവിത ശൈലികളിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ വന്നു. ഇതെല്ലാം ഹറാമെന്ന് പറയൂ? വലിയ അത്ഭുതം അതല്ല. വിശുദ്ധ റമദാനിൽ ബദർ യുദ്ധം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ബദറിന്റെ അനുസ്മരണയാണ്. ബദറിനെ അനുസ്മരിക്കലല്ലേ? ആരും ചോദിക്കാറില്ല അത് നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ, തങ്ങളുടെ കാലത്ത് ബദർ യുദ്ധത്തെ സംബന്ധിച്ച് ചരിത്രം പറഞ്ഞിട്ടുണ്ടോ, ചോദിക്കൂല. ലൈലത്തുൽ ഖദർ വരും, റമദാൻ വരും, എല്ലാ വർഷവും നമ്മൾ അതിനെക്കുറിച്ച് പറയും. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ദിവസമാണ് ലൈലത്തുൽ ഖദർ, ഖുർആൻ ഇറങ്ങിയ ദിവസമാണ്. ആരും ചോദിക്കൂല ഇത് നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ, തങ്ങൾ അങ്ങനെ ചർച്ച നടത്തിയിട്ടുണ്ടോ. പരാമർശങ്ങൾ ഉണ്ടാകാം, പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ വിഷയങ്ങൾ മാത്രം വരുമ്പോഴേ ചോദ്യം വരിക. അത് ശ്രദ്ധിക്കണം. അത് നബി തങ്ങളോട് ചെയ്യുന്ന അദബുകേടാണ്. തങ്ങളെക്കാളും വലുതാര, തങ്ങളല്ലേ ഇതൊക്കെ പറഞ്ഞത്. ബിദ്അത്തും ഹസനത്തും ദലാലത്തും സയ്യിഅത്തും ഉണ്ട്, ഇതൊക്കെ പറഞ്ഞത് ആരാ? റസൂലുള്ളാഹി തങ്ങളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്നല്ലേ നമുക്ക് ശരീഅത്ത് പറഞ്ഞത്, അവിടുന്നല്ലേ ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെടുത്തി തന്നത്, അവിടുന്നല്ലേ ഹിദായത്ത് തന്നിട്ടുള്ളത്. ആ ഒരു നൂറ് ലോകത്ത് വന്നതിനെ പിൻഗാമികളായ മുസ്ലിമീങ്ങൾ ആചരിക്കുന്നു എന്നതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് മുമ്പില്ലാത്തത് പാടില്ല എന്ന് പറയുന്ന ആ വാദം ശരിയല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. അത് ആ പറയുന്നവർക്ക് തന്നെ ബുദ്ധിമുട്ടാവും. ദീനിൽ പ്രമാണബദ്ധമായും ആലിമീങ്ങൾ അംഗീകരിച്ചു പോരുന്ന ഒരുപാട് വിഷയങ്ങൾ തങ്ങളുടെ കാലത്തില്ലാത്ത വിഷയങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാലത്താണ് ജുമുഅയുടെ 2ാം വാങ്ക് ഉണ്ടാകുന്നത്. തങ്ങൾ ചെയ്തിട്ടുണ്ടോ ജുമുഅയുടെ 2ാം വാങ്ക്? ആദ്യം വാങ്ക് വിളിക്കുക, പിന്നെ ഇമാം മിമ്പറിൽ കയറിയിട്ട് വേറെ വാങ്ക് വിളിക്കാം. മുക്രിക്ക് വാങ്ക് വിളിക്കുന്നില്ലേ? ആദ്യം വാങ്ക് വിളിക്കും. എന്തിന്? ജനങ്ങൾ ജുമുഅക്ക് വരാൻ തസാഹുൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു താമസം, നേരത്തെ പള്ളിയിലേക്ക് വരാൻ ആളുകൾക്ക് മടിയും കച്ചവടത്തിലും മാർക്കറ്റിലും ആളുകൾ നടക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 3ാമത്തെ ഖലീഫ മഹാനവറുകളാണ് ഒരു ബാങ്ക് നേരത്തെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞത്. എന്തിന്? ജനങ്ങളെ പള്ളിയിൽ കൊണ്ടുവരാൻ. അത് സ്വഹാബികൾ ചെയ്തു. അവിടെ ആരും ഉസ്മാൻ എന്നവരെ നബി തങ്ങൾ ചെയ്യാത്ത പണിയാണത്, നിങ്ങൾ ബിദ്അത്താണ് ചെയ്യുന്നത് എന്ന് ഉസ്മാൻ തങ്ങളോട് പറഞ്ഞില്ലേ? എന്തേ? അതൊരു മസ്ലഹത്തിന് വേണ്ടിയാണ് മഹാൻ ചെയ്തത് റളിയല്ലാഹു അൻഹു. അത് ഇന്നും തുടരുന്നില്ലേ? നമ്മൾ ഇന്ന് ഓതുന്ന ഖുത്ബയുടെ ശൈലി, തങ്ങൾ ഓതിയ ഖുത്ബയാണോ അത്? തങ്ങൾ സിദ്ദീഖ് തങ്ങൾക്ക് മഗ്ഫിറത്ത് ചെയ്യണേ, ഉമർ തങ്ങൾക്ക് പുറത്തു കൊടുക്കണേ, 3ാം ഖലീഫ 4ാം ഖലീഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹിയാണ് അത് ചെയ്യുന്നത്. അത് ലോകം മുഴുവൻ അംഗീകരിക്കുന്നില്ല ഇന്ന്. അവരും ചെയ്യുന്നില്ല അങ്ങനെ, എതിർക്കുന്ന ആളുകളൊക്കെ. അപ്പോൾ ദീനിൻ്റെ വിഷയങ്ങളിൽ ഒരല്പം കൂടെ ഒരു സാവകാശം എന്തെങ്കിലും എടുത്ത് പറയുന്നതിന് മുമ്പ് പണ്ഡിതന്മാരെന്താ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഒരൊറ്റ ഹദീസിന്റെ മലയാളത്തിൽ അർത്ഥം വെച്ചിട്ട് ഇതിൻ്റെ അർത്ഥം ഇന്നതാണ് എന്ന് ജനങ്ങളോട് അടിച്ചേൽപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്തൊരു വിഷമം, വേദന ഉണ്ടാകുന്നുണ്ട്. ചെയ്യുന്ന അമലുകളെ സംബന്ധിച്ചല്ലേ ഈ വസ്വാസം ഉണ്ടാക്കുന്നത്? അതൊക്കെ ഇല്ലാത്തതൊക്കെ പാടില്ലാത്തതാണ് എന്ന് പറയരുത്. ഇനി മൗലിദിനെ സംബന്ധിച്ച് ആലിമീങ്ങൾ എന്താ പറഞ്ഞിട്ടുള്ളത്? 902 ഹിജ്റ വർഷം 902 വഫാത്തായ അല്ലാമ സഖാവി റഹ്മത്തുള്ളാഹി ഹാഫിളാൻ, ആയിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള പണ്ഡിതനാണ് മുഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാൻ സഖാവി. അദ്ദേഹം മഹാനവറുകൾ തന്റെ ഫത്വയുണ്ട് മൗലിദ് നബവിയെ കുറിച്ച്. ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ. മഹാനായ ഇമാം സഖാവി തങ്ങൾ പറയാണ്, ഇത് നമ്മൾ എൻ്റെ അഭിപ്രായമല്ല പറയേണ്ടത്, അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കാം. സംശയം ഉണ്ടാക്കുന്ന ആളുകൾ ശരിക്കും മനസ്സിലാക്കുക. ഇത് ഇങ്ങനെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തൊരു വിഷയത്തിലാണ് നമ്മൾ വെറുതെ ഇരുന്നിട്ട് വെറുതെ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ വിശ്വാസാക്കുന്നത്. അത് ചെയ്യരുത്. ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ. ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണത് ഉണ്ടായത്. സുമ്മ ലാ സാല അഹ്ലുൽ ഇസ്ലാം മിൻ സാഇരിൽ അഖ്താരി ഫിൽ മുദുനിൽ കിബാർ
യഅമലൂനൽ മൗലിദ് വയതസദ്ദഖൂന ഫീ ലയാലി ബിഅൻവാഇ സ്വദഖാത്ത്. ആദ്യത്തെ 3 നൂറ്റാണ്ടുകളില്ല, പിൽക്കാലത്ത് ഉണ്ടായത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ആളുകൾ മൗലിദുകൾ ആചരിച്ചു പോരുന്നതുമായ സംഗതി. അന്ന് യതസദ്ദഖൂന ഫീ ലയാലി, മൗലിദിന്റെ ആ ആചാരം നടക്കുന്ന രാവുകളിൽ ബിഅൻവാഇ സ്വദഖാത്ത്, ഭക്ഷണവും പാനീയങ്ങളുമായി ദാനധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം. വയഅ്തനൂന ബിഖിറാഅത്തി മൗലിദിഹിൽ കരീം വയദ്ഹറു അലൈഹിം മിൻ ബറകാതിഹി കുല്ലു ഫദ്ലിൻ അമീം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മം നടന്ന സമയം, ആ സമയം സുബ്ഹാനല്ലദി അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ, റബീഉൽ അവ്വലിൽ ഹുദായുടെ സന്മാർഗത്തിന്റെ പ്രകാശഗോപുരമായ ഖമറായ നബിയെ ലോകത്ത് കൊണ്ടുവന്ന അള്ളാഹു പരിശുദ്ധനാണ്. അങ്ങനെയല്ലേ നമ്മൾ മൗലിദ് കിതാബിൽ വായിക്കുന്നത്? തങ്ങളുടെ ജന്മസമയത്തുണ്ടായ അത്ഭുതങ്ങളാണ് പറയുന്നത്. നമുക്ക് അറബി മനസ്സിലായിട്ടില്ല എന്ന് വരാം, ആ ഹദീസുകളാണ് രേഖപ്പെടുത്തുന്നത്. അത് വായിക്കുമ്പോൾ വയദ്ഹറു അലൈഹിം മിൻ ബറകാതിഹി, ആ പരിശുദ്ധമായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് ആ ചെയ്യുന്ന ആളുകൾക്ക് വരുന്നു കിട്ടുന്നു എന്നതും ലോകത്ത് ആരും എതിർക്കാത്ത സംഗതിയാണ്. ആലിമീങ്ങൾ അംഗീകരിച്ചു പോകുന്ന കാര്യമാണ്. ആര് പറഞ്ഞു? ഇമാം ഹാഫിൽ സഖാവി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാമ അബൂ ഷാമ ഹിജറ 965 വഫാത്തായ മഹാൻ. അവരുടെ ഒരു കിതാബുണ്ട്, അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദിസ്. മൗലിദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മഹാനായ അബൂ ഷാമ റഹ്മത്തുള്ളാഹി അലൈഹി. വമിൻ അഹ്സനിൽ ബിദ്അഇ, ഏറ്റവും നല്ല ബിദ്അത്താണ്. അങ്ങനെ ഏറ്റവും നല്ല ബിദ്അത്താണ് മാ യഫ്അലു കുല്ല ആമിൻ, എല്ലാ വർഷവും നടക്കുന്നൊരു കാര്യം. ഫിൽ യൗമിൽ മുവാഫിഖ് ലിയൗമി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ച ആ ദിവസം എല്ലാ വർഷവും നടക്കുന്ന കാര്യം നല്ലതാണ്. മിനസ് സ്വദഖാതി വൽ മഅറൂഫ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്. കാരണം റബീഉൽ അവ്വൽ അന്നദാനമാണ് അല്ലേ? ഭക്ഷണം കൊടുക്കുകയാണ്, ആളുകൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. വഇദ്ഹാറു സീനതി വസ്സുറൂർ, അലങ്കാരങ്ങളും സീനത്തും അലങ്കാരങ്ങളും ഡെക്കറേഷനും ഒക്കെ ആയിട്ട് പുണ്യനബി തങ്ങളുടെ ആ ഒരു പരിശുദ്ധമായ മൗലിദിനെ ആഘോഷിക്കുന്നത് നല്ല കാര്യമാണ്. ഫഇന്ന ദാലിക മഅ മാ ഫീഹി മിൻ ഇഹ്സാനി ഇലൽ ഫുഖറാ, ദാരിദ്ര്യമുള്ള പാവപ്പെട്ട ആളുകൾക്കതിൽ നന്മ ലഭിക്കുന്നുണ്ട് എന്ന കാര്യം കഴിച്ച് വേറെയും ഒരുപാട് നന്മകൾ അതിലുണ്ടല്ലോ. അത് മുശ്ഇറും ബിമഹബ്ബതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം അറിയിക്കുന്ന കാര്യമല്ലയോ? വതഅദീമി, തങ്ങളെ ബഹുമാനിക്കലല്ലേ? വജലാലതിഹി ഫീ ഖൽബി ഫാഇലി ദാലിക്, ഇതൊക്കെ ചെയ്യുന്ന ആളുകളുടെ ഖൽബിൽ അല്ലാഹുവിന്റെ ഹബീബ് വലിയവരാണ്, ഖൽബിൽ തങ്ങളോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. വബിശുക്രില്ലാഹി അല നിഅമത്തിൽ മുഹമ്മദിയ്യ, മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ എന്ന് പറയുന്ന നിഅമത്തിന് അള്ളാഹു ചെയ്യുന്ന ശുക്റാണ് ഈ മൗലിദ് എന്ന് മഹാനായ അല്ലാമ അബൂ ഷാമ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഹിജ്റ 900 കഴിഞ്ഞു പോയ മഹാൻ. പിന്നെ നമ്മൾ പറഞ്ഞു മുഹമ്മദ് ബിൻ അഹ്മദ് അലീഷൽ മാലിക്കി, അവര് 1299 വഫാത്തായ മഹാനാണ്. അവരാണ് മുളഫർ രാജാവിന്റെ സംഭവം പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഇന്ന അസ്വല അമലിൽ മൗലിദിൽ ലദീ ഹുവ ഇജ്തിമാഉൻ നാസ്. എന്താണ് ഈ മൗലിദ് എന്ന് പറഞ്ഞാൽ? ജനങ്ങൾ ഒരുമിച്ച് കൂടും. ഇസ്ലാം ചാനലിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നില്ലേ, മാഷാ അല്ലാഹ്. എവിടെ നിന്നാണ് അത്രയും ആളുകൾ ആ ഒരു ദിവസം എത്തുന്നത്? എത്രയോ പരിപാടികൾക്കൊന്നും വരാൻ കഴിയാത്ത ആളുകൾ, ഹബീബിനോടുള്ള സ്നേഹം കൽബിൽ കൊണ്ടു നടക്കുന്ന മുഹബ്ബീങ്ങൾ, അള്ളാഹുവിൻ്റെ ഹബീബിനോട് മഹബത്തുള്ള ആളുകൾ. തിക്കും തിരക്കുമായിട്ട് ഈ ഹാള് തികയുന്നില്ല, പരിസരങ്ങൾ മതിയാവുന്നില്ല, ഭക്ഷണം കൊടുത്ത് തികയുന്നില്ല, ജനങ്ങൾ ഒരുമിച്ച് കൂടാണ്. വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ, അവിടെ ഫാത്തിഹയും ഖുർആനും സൂറത്ത് യാസീനും ഒക്കെ ഓതും. വരിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ വഖഅ ഫീ മൗലിദിഹി മിനൽ ആയാത്ത്. ഹബീബായ നബി തങ്ങളുടെ വഹി എങ്ങനെയാണ് തുടങ്ങിയത്, തങ്ങളുടെ ജന്മം എങ്ങനെയാണ് നടന്നത്, ആമന ബീവി ഗർഭം ധരിച്ച ഇടം മുതൽ റളിയല്ലാഹു അൻഹ തങ്ങൾ ജനിച്ചതുവരെയുള്ള ചരിത്രം, അതിനുശേഷമുള്ളത് ഇത് വായിക്കലാണ്. തുമ്മ യുമദ്ദു ലഹും സിമാതുൻ, പിന്നെ അവിടെ സുപ്രവിരിക്കും. ഭക്ഷണമാണ് വലിയ ആരോപണത്തിന്റെ വിഷയം. ഒരു തിന്നാണ്. ആയിക്കോട്ടെ കൂട്ടരെ, ഹറാമൊന്നുമല്ല തിന്നുന്നത്, ഹലാലല്ലേ. അവിടെ സുപ്രവിരിക്കും. ഇതാരാ പറയണെന്നറിയോ? മഹാനായ അല്ലാമ മുഹമ്മദ് ബിൻ അഹ്മദ് മാലിക്കി. അവിടെ മൗലിദ് പറഞ്ഞാൽ അങ്ങനെയാണ്. അവിടെ സുപ്രവിരിക്കും. യഅ്കുലൂനഹു, ഭക്ഷണം അവർ കഴിക്കും. വയൻസരിഫൂന മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക്, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞൊരു പിരിഞ്ഞു പോകും. ഇത്ര അവിടെ ഉണ്ടാവുള്ളൂ. തങ്ങളുടെ മദ്ഹ് അവരെ പാടിയും പറഞ്ഞും സ്വലാത്ത് ചൊല്ലിയും ഖുർആൻ ഓതിയും ഭക്ഷണം കഴിച്ചുകൊണ്ടും ജനങ്ങൾ ഒരുമിച്ച് കൂടി തങ്ങളുടെ ജനന സമയത്തുണ്ടായിരുന്ന അത്ഭുതങ്ങളും ഹദീസുകളും അവിടെ നിന്ന് വായിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക്,
ഹുവ മിനൽ ബിദ്അഇൽ ഹസന. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതിലേറെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവിടെ ഇല്ല. അവിടെ മ്യൂസിക് പരിപാടികളോ ഡാൻസ് പരിപാടി ഇതൊന്നും അവിടെ ഇല്ല. അവർ ഹബീബിന്റെ മദ്ഹ് പറയുന്നു, അവർ എണീറ്റ് നിന്നിട്ടും ഇരുന്നിട്ടും ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു, മദ്ഹ് പാടുന്നു, ചൊല്ലുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഈ പറയുന്ന സംഗതി മിനൽ ബിദ്അഇൽ ഹസന അല്ലതി യുസാബു അലൈഹാ സ്വാഹിബുഹാ, അല്ലാഹു പ്രതിഫലം കൊടുക്കുന്ന നല്ല ഹസനത്തായ ബിദ്അത്താണ് എന്ന് മഹാനവറുകളെ സംബന്ധിച്ച് പറയാൻ. ലിമാ ഫീഹി മിൻ തഅദീമി ഖദ്റിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിനെ ബഹുമാനിക്കലാണ്. തങ്ങൾ ആ സദസ്സിലേക്ക് കടന്നു വരുന്ന പോലെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. അതാണ് അഷ്റഖൽ ബദ്റു അലൈന, ബദറായ ഹബീബായ നബി തങ്ങൾ ഞങ്ങൾക്ക് മേൽ ഇതാ ഉദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബ് കൊണ്ട് മദീനയിലേക്ക് പോവുകയും ഹബീബായ തങ്ങളുടെ വരവിനെ ഖൽബ് കൊണ്ട് റൂഹ് കൊണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്നതാണ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വലാത്ത് മശ്റഖൊക്കെ ചൊല്ലുന്നത്. അത് ഹബീബായ തങ്ങളെ ബഹുമാനിക്കലാണ്, തങ്ങളെ ആദരിക്കലാണ്. വഇദ്ഹാരിൽ ഫർഹി വൽ ഇസ്തിബ്ശാരി ബിമൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെയോ തങ്ങൾ ജനിച്ചതിലെ സന്തോഷവും ആനന്ദവും വെളിവാക്കലുമാണ്. തങ്ങൾ അന്ന് വഫാത്തായിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വഫാത്തായതൊരു മനുഷ്യൻ ലോകത്ത് വന്നാൽ വഫാത്താകും. അത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ മനുഷ്യന് ഒരു കൺട്രോളും ചെയ്യാൻ പറ്റാത്ത അള്ളാഹുവിൻ്റെ ഒരു അലംഘനീയമായ നിയമമാണ്. സമയം കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടുന്ന് പോകും. തങ്ങൾ ഇവിടുന്ന് വഫാത്തായി. എപ്പോൾ വഫാത്തായി? തങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം. ഞാൻ പോവാണ് എന്ന് ഉമ്മത്തിനോട് പറഞ്ഞിട്ട്, ഉമ്മത്തിനോട് യാത്ര പറഞ്ഞിട്ട് അതിൽ സങ്കടപ്പെടേണ്ടത് 3 ദിവസമാണ്. പക്ഷെ അതിലേറെ ആ ഒരൊറ്റ സംഭവം കഴിച്ചാൽ 23 വർഷത്തെ തങ്ങളുടെ ദഅവത്തും ഇസ്ലാമിൻ്റെയും ഹിദായത്തിൻ്റെയും വിജയത്തിൻ്റെയും ചരിത്രം ആഘോഷിക്കാനുള്ളതാണ്, സന്തോഷിക്കാനുള്ള കാര്യങ്ങളാണത്. ആ കാര്യങ്ങൾ മുഴുവനും മൂടി വെച്ചിട്ട് ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന ദിവസമാണ് എന്ന് പറയുന്നവരുണ്ട്. വിവരക്കേട് നല്ല എന്താ പറയാ. 3 ദിവസമാണ് മഹ്സം, ദുഃഖാചരണം. ഇസ്ലാമിൽ 3 ദിവസമേ ഉള്ളൂ ഔദ്യോഗികമായ ദുഃഖാചരണം. ദുഃഖം മനസ്സിൽ വരും. തങ്ങളുടെ വഫാത്തിൽ നമ്മൾ ഇപ്പോഴും ദുഃഖിക്കുന്നവരാണ്, എപ്പോഴും ദുഃഖിക്കേണ്ടവരാണ്. തങ്ങൾ വഫാത്തായല്ലോ എന്നത് ഈ ഉമ്മത്തിന് വന്ന ഏറ്റവും വലിയ ബലാആൻ, മുസീബത്താണ്. തങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വല്ല മുസീബത്തും വന്നാൽ ഞാൻ മരിച്ചു പോയത് കൊണ്ടുണ്ടാകുന്ന മുസീബത്ത് നിങ്ങളൊന്ന് ചേർത്ത് വായിക്കണം. നിങ്ങളുടെ കുട്ടി മരിച്ചാൽ നിങ്ങൾ സങ്കടം ഉണ്ടാവും. പക്ഷെ എൻ്റെ മരണം പോലെയാണോ നിങ്ങളുടെ കുട്ടി മരിച്ചത്? എൻ്റെ മരണം പോലെയാണോ നിങ്ങളുടെ മാതാപിതാക്കളുടേത്? കാരണം നിങ്ങളെക്കാളും നിങ്ങളോട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ മക്കളെക്കാളും ഞാൻ നിങ്ങളോട് കടപ്പെട്ട ആളാണ്. അങ്ങനത്തെ ഞാൻ വഫാത്തായില്ലയോ? അതുകൊണ്ട് നിങ്ങളതിനെ ക്ഷമയോടുകൂടെ കാണണം. എൻ്റെ മരണം അതിലും വലിയ പരീക്ഷണമാണല്ലോ നിങ്ങൾക്കുണ്ടാക്കിയത് എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞത്. ഇങ്ങനെ തങ്ങളുടെ ജനനം കൊണ്ട് സന്തോഷിക്കുക എന്ന് പറയുന്നതും മിനൽ ബിദ്അഇൽ ഹസന, നല്ല ബിദ്അത്താണ്. അത് നല്ല കാര്യമാണ്. വസ്വാസ് ഉണ്ടാവേണ്ട കാര്യമില്ല. റാഹത്തിലും സന്തോഷത്തിലും ആചരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അത് വിട്ടു നിൽക്കരുത്. നമ്മളൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയക്കാരും വിശ്വാസികളൊക്കെയാണ്. നമ്മളിവിടെ സുന്നി സെൻ്റർ ഉണ്ടാവും, KMCC ഉണ്ടാവും, ഇസ്ലാമിക് സെൻ്റർ ഒക്കെ ഉണ്ടാവും. നമ്മൾ മുസ്ലിമീങ്ങളാണോ? മൗലിദ് പാരായണം ചെയ്യണം. ഹബീബിൻ്റെ ഒരു മദ്ഹ് പറയുന്ന ഒരു സദസ്സെങ്കിലും വേണം. അത് നമ്മുടെ സംഘടനകളൊക്കെ ചെയ്യട്ടെ. നമ്മുടെ വീടുകളിൽ ഉണ്ടാവട്ടെ, നമ്മുടെ ഓഫീസുകളിൽ ഉണ്ടാവട്ടെ, നമ്മുടെ കൂട്ടായ്മകളിൽ ഉണ്ടാവട്ടെ. അതിനെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയുടെ ഒരു മൗലിദ് പരിപാടി നടന്നെന്ന് പറഞ്ഞു അല്ലേ? അൽഹംദുലില്ലാ, കാസർഗോഡ് ജില്ലാ KMCCയുടെ അല്ലേ കൂട്ടായ്മയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറയാ, എല്ലാ കൂട്ടായ്മകളും മുസ്ലിമീങ്ങളാണോ അതിലുള്ളത്? നമുക്കത് ചെയ്യേണ്ട കാര്യമാണ്. അത് നമുക്ക് പറ്റൂല, നമ്മൾ ആ പാർട്ടിപ്പെട്ട ആളല്ല എന്ന് പറയേണ്ട കാര്യമില്ല. അതാണ് ഈ പറഞ്ഞത്. ഇതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരായി പറയുന്നത്. അതുകൊണ്ട് ഇത് മുസ്ലിം ഹബീബിനോട് കാണിക്കുന്ന മഹബത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് എല്ലാ രീതിയിലും ഹബീബിനോട് മഹബത്ത് കാണിക്കാം, അള്ളാഹു അനുവദിച്ച എല്ലാ രീതിയിലും. അത് പാടിയിട്ടും പറഞ്ഞിട്ടും ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്വഹാബികൾ ചെയ്ത ആ ഒരു മദ്ഹും അവരുടെ ഹബീബിൻ്റെ മുമ്പിൽ നിന്ന് പുണ്യനബിയെ വാഴ്ത്തിപ്പറഞ്ഞത് നമുക്ക് ആലോചിച്ചാൽ ആ ചെയ്തത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമല്ല. ഇൻഷാ അല്ലാഹ് ഞാൻ വഴിയെ പറയാം. മഹാനായ ഷെയ്ഖ് അബ്ദുൽ മജീദ് അൽ മഗ്രിബി അത്തറാബുലിസി, അദ്ദേഹത്തിൻ്റെ കിതാബുണ്ടല്ലോ മിൻഹാജ് ഫിൽ മിഅ്റാജ്, اعتاد الناس الاحتفال لاستماع قصة مولده صلى الله عليه وسلم. ഹബീബായ നബി തങ്ങളുടെ മൗലിദിന്റെ കഥ കേൾക്കുക എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ഒരു പരിപാടി ജനങ്ങളിൽ പരന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് പരിചയമുള്ളൊരു കാര്യമാണ്. വല നിഅമത്തി ദിക്റാ ബിമൗലിദിൻ നബിയിൽ അദീം. മഹാനായ ഹബീബായ നബി തങ്ങളുടെ ജനിച്ച ദിവസത്തെ ഓർക്കൽ എത്ര വലിയ നിഅമത്താണ്.
ആരാണ് നിബിതങ്ങൾ? അല്ലദീ അഖ്റജല്ലാഹുൽ ഖൽഖ ബിഹദീഹി മിനദ്ദുലുമാതി ഇലന്നൂർ. ഹബീബായ നിബിതങ്ങളുടെ കരങ്ങളാലല്ലയോ ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അള്ളാഹു കൊണ്ടുവന്നത്? ആ നബിയെ ഓർക്കാൻ വേണ്ടി ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന മൗലിദിന് എന്ന് പറയുന്നത് എത്ര വലിയ നിഅ്മത്ത് ദിക്റാ ബിമൗലിദിൻ നബി. തങ്ങളുടെ ഈ മൗലിദിനെ ഓർക്കൽ എത്ര വലിയ നിഅ്മത്താണ് എന്ന് പറഞ്ഞത് ലോകപ്രസിദ്ധനായ പണ്ഡിതൻ അബ്ദുൽ മജീദ് അൽ മഗ്രിബി തറാബുലുസി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അങ്ങനെ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങൾ കഴിഞ്ഞു പോയി ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഞാൻ അതിലേറ്റവും നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന പണ്ഡിതനാണ് മഹാനായ സയ്യിദ് അലവി അൽ മാലിക്കി. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ മുദരിസായിരുന്ന മഹാനവറുകൾ. ഹിജ്റ 1391 മഹാനവറുകൾ വഫാത്തായത്. സയ്യിദ് അലവി അൽ മാലിക്കി അൽ മക്കി. ബഹുമാനപ്പെട്ടവരെ, ഫത്വ കൊടുത്തിട്ടുണ്ട്. മക്കക്കാരനാണ്, മക്കയിലെ ആലിമാണ്. മസ്ജിദുൽ നബവിയിലെ മസ്ജിദുൽ ഹറാമിലെ മക്കത്തെ പള്ളിയിലെ മുദരിസായിരുന്നു കാലങ്ങളോളം. ഫത്വ കൊടുക്കാൻ അധികാരമുള്ള മഹാനാണ്. അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫതാവ ഉണ്ട്. അതിൽ അദ്ദേഹം യഹ്തവിൽ മൗലിദു അലാ സലാസത്തി അഷിയ. മൗലിദ് എന്ന് പറയുന്ന സംഗതി 3 കാര്യങ്ങളാണ് അവിടെ ഉണ്ടാവുക. ഒന്ന്, അന്നഹു യഹ്തവി അലാ ദിക്രി ഇസ്മിഹി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരവിടെ പറയും, സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. വനസബി, തങ്ങളുടെ കുടുംബം തറവാട് പറയും. ആമിന ബീവിയുടെയും അബ്ദുള്ള തങ്ങളുടെയും ചരിത്രം അവിടെ പറയും. വകൈഫിയത്തി വിലാദത്തിഹി, തങ്ങൾ ജനിച്ച കഥ പറയും. ആമിന ബീവി റളിയല്ലാഹു അൻഹ നൂറൻ അളാഅത് ലഹു ഖുസൂറു ബുസ്റ ഷാം. ഷാമിലെ കൊട്ടാരങ്ങളും കോട്ടകളും തെളിഞ്ഞ് കാണത്തക്ക വിധം ആമിന ബീവിയുടെ വയറ്റിൽ നിന്നൊരു പ്രകാശം സൂരിച്ചു എന്ന് പറയുന്നത് സ്വഹീഹായ ഹദീസാണ്. ഇബ്നു ഹിബ്ബാൻ തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണത്. ആമിന ബീവി റളിയല്ലാഹു അൻഹ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഒരു അത്ഭുത കുഞ്ഞാണ് എന്ന് ആമിന ബീവിക്ക് അറിയുമായിരുന്നു റളിയല്ലാഹു അൻഹ. ഈ കഥകൾ പറയും. വമാ വഖഅ ഫീഹാ മിനൽ ആയാത്ത്, അന്ന് സംഭവിച്ച ദൃഷ്ടാന്തങ്ങൾ പറയും. വകൈഫിയത്തി നശ്അതിഹി വമാ വഖഅ ലഹു മിനർ റിഹ്ല, നബിതങ്ങൾ വളർന്നത് എങ്ങനെയാണ്, ഹലീമ ബീവിയുടെ അടുത്ത് പോയത്, തങ്ങളുടെ ഹൃദയം പിളർന്നത്, ഇങ്ങനെ തങ്ങളുടെ ഹിജ്റ, തങ്ങളുടെ ചരിത്രങ്ങൾ, ഇതൊക്കെ ഇവിടെ പറയും. രണ്ടാമത്തേത്, അന്നൽ മൗലിദ സബബുൻ ലിസ്സലാത്തി വസ്സലാമി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളോട് സ്വലാത്തും സലാമും ചൊല്ലാൻ പറഞ്ഞിട്ടില്ലേ? മൗലിദ് സ്വലാത്തും സലാമും ചൊല്ലാനുള്ള വലിയൊരു അവസരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, റബീഉൽ അവ്വലിലെ മൗലിദിൽ സ്വലാത്ത് ചൊല്ലുന്ന പോലെ ദിവസം നമ്മൾ സ്വലാത്ത് ചൊല്ലാറുണ്ടോ? എത്ര സ്വലാത്ത് ചൊല്ലും? യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. സ്വലാത്തല്ലേ അത്? യാ റബ്ബി, അല്ലാഹുവേ, സ്വല്ലി അലൻ നബി മുഹമ്മദി, മുഹമ്മദ് നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണേ റബ്ബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി, നാളെ ഖിയാമത്ത് നാളിൽ ജനങ്ങളെ മുഴുവൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഷഫീആൻ റസൂലുള്ളാഹി തങ്ങൾ. ആ റസൂലിന് സ്വലാത്ത് ചൊല്ലണേ പടച്ചവനെ. മൗലായ എന്ന മൗലായ, ഞങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹുവേ, സ്വല്ലി വസല്ലിം ദായിമൻ, എപ്പോഴും സ്വലാത്തും സലാമും ചൊല്ലണേ റബ്ബേ, അലാ ഹബീബിക, നിന്റെ ഹബീബായ തങ്ങളുടെ മേൽ, ഖൈറിൽ ഖൽഖി കുല്ലിഹിം, എല്ലാ സൃഷ്ടികളെക്കാളും ഖൈറായ റസൂലിന്റെ മേൽ സ്വലാത്തും സലാമും ഞങ്ങളുടെ മൗലായ റബ്ബേ, ഞങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹുവേ, നീ ചൊല്ലേണമേ. ഇതാണ് മൗലായ എന്ന് പറഞ്ഞതിനർത്ഥം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ. നമ്മൾ മൗലായ സ്വല്ലി വസാ എന്ന് പറയുമ്പോൾ ശരിക്ക് സല്ലിം എന്നാണത്, അതിൻ്റെ സായാണത്. അത് പുറത്ത് കൂട്ടണം, അപ്പോഴേ ശരിയാവുള്ളൂ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ബുസ്രി ഇമാമാണ് ബുർദ ഉണ്ടാക്കിയത്. മഹാനവറുകൾ അലക്സാണ്ട്രിയക്കാരനാണ്, ഈജിപ്തുകാരനാണ്. ബുസ്രി ഇമാമിൻ്റെ ഈ ബുർദക്ക് ശേഷം ലോകത്ത് എത്ര പണ്ഡിതന്മാർ വന്നു. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ, ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ പോലെ എത്രയെത്ര പ്രഗത്ഭരായ ഫുഖഹാക്കൾ കടന്നു വന്നു. അഖീദയുടെ ആലിമീങ്ങൾ എത്ര വന്നു. ഇവരാരും ആ ബുർദയിൽ ശിർക്കുണ്ടെന്നോ അത് പറയാൻ പാടില്ലാത്ത വാക്കാണെന്നോ, യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളായ വാസിഅൽ കറമി, അത് ആ ബൈത്തിലുണ്ട്. അതുണ്ടായിട്ട് പോലും സമകാലികരും തൊട്ടുടനെ വന്ന പ്രഗത്ഭരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ആരിൽ ഒരാൾ പോലും അത് പാടില്ലാത്തതാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന്. ഇപ്പം 21-ാം നൂറ്റാണ്ടിലാണ് പറയാൻ തുടങ്ങിയത്. അതിലെന്തൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ സംശയത്തിന് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സംശയം തന്നെയായിരിക്കും. പണ്ഡിതന്മാർ, ആലിമീങ്ങൾ എന്താണ് ഇതിൻ്റെ നിലപാടെടുത്തത്, ഇത് നോക്കുകയേ നമുക്ക് നിവൃത്തിയുള്ളൂ. നമുക്കൊന്നും ഓരോരുത്തർക്കും കിതാബ് ഓതി പഠിക്കാനൊന്നും കഴിയില്ല. പണ്ഡിതന്മാർ പറയുന്നതിലേ കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് അതൊക്കെ ഒരു ഫിത്നയാണ്. പിശാച്ച് ഇടപെടും. പിശാച്ചിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ ഇവിടെ. തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി പിശാച്ചിൻ്റെ ഏറ്റവും ദേഷ്യമുള്ള പരിപാടിയാണ്. പിശാച്ചിന് ഏറ്റവും വലിയ ദേഷ്യമുള്ള കാര്യമാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്.
പിശാചിന് ദേഷ്യമാണ് ഖുർആൻ ഓതുന്നത്. ഇതൊക്കെ മുടക്കാൻ നോക്കുക. മരിച്ചെടുത്ത് മയ്യത്ത് മരിച്ചു കിടക്കുമ്പോൾ അവിടെ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറയുന്ന എത്ര മക്കളുണ്ട്. വാപ്പ മരിച്ചിട്ട് ഖുർആൻ ഓതുമ്പോൾ മുസ്ഹഫ് എടുത്ത് കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുപോകുന്ന ആളുകൾ വരെ ഇല്ലേ? ആരാണ് ഇവരെ തലയിലേക്ക് ഈ വിഷം വെച്ചു കൊടുത്തത്? മക്കൾ വരെ ഇവിടെ യാസീൻ ഓതണ്ട, ഇവിടെ ഖുർആനൊന്നും ഓതണ്ട, ഇപ്പൊ ഇവിടെ മയ്യത്തെടുക്കാൻ അവിടെ നിന്ന് ദ്വാരുന്നൂടെ, ഇവിടെ ദ്വാരക്കാൻ പാടില്ല. ആരാണ് ഇവരിതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്? ഒരുപക്ഷെ അവർ സ്വയം ചെയ്യുന്നതെന്നോ അറിയില്ല കേട്ടോ. പക്ഷെ ഒരു വിഭാഗം ആളുകളിലാണ് ഇത് ഈ സ്വഭാവം കാണുന്നത്. തങ്ങൾ ചെയ്തിട്ടുണ്ടോ? അവിടെ ചോദിക്കാൻ പാടില്ലല്ലോ. അത് തങ്ങൾ പറഞ്ഞോ മയ്യത്തിന് ദ്വാരക്കാൻ പാടില്ല? തങ്ങൾ പറഞ്ഞോ മയ്യത്തിന്റെ ഹദറത്ത് ഓതാൻ പാടില്ല എന്ന്? തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇത് നിങ്ങൾ ചെയ്യരുത് എന്ന്? അതാണ് നോക്കേണ്ടത്. അല്ലാത്ത മഫ്തൂഹായി ഓപ്പണാക്കി നിബിധങ്ങളും ശരീഅത്തും നമുക്ക് വിട്ടുതന്ന വിഷയങ്ങളെ കൺസ്ട്രെയിൻറ്റ് ചെയ്യരുത്, സങ്കുചിതമാക്കരുത്. നിക്കാഹിന്റെ സാസ് ദ്വാരക്കുമ്പോൾ ആമീൻ പറയാതെ കൈ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന മലയാളി മാപ്പിളാരുണ്ട്. എന്തേ? നിക്കാഹിന്റെ സാസിൽ നബി ദ്വാരന്നിട്ടുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ദ്വാരക്കൂലാണ്. കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് പറഞ്ഞ ഈ ഹദീസ് മനസ്സിലാക്കാതെ ഈ പരിഭാഷ വായിച്ചിട്ട് മെമ്പർമാർ ഖുത്ബ ഓതുന്ന പരിപാടിയുടെ നാട്ടിൽ അവർ കിതാബ് ഓതിയിട്ടുണ്ടാവില്ല. ഉസൂൽ ഹദീസ്, ഉസൂൽ ഖുർആൻ, ഉലൂമുൽ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അവർ പരിഭാഷ. എനിക്കറിയാം, ഓട്ടോറിക്ഷ ഡ്രൈവറായി നടന്നൊരു ചങ്ങ ഉണ്ടായിരുന്നു. എനിക്കറിയാം, നല്ല ചെക്കനാണ്, നല്ല ചെറുപ്പക്കാരനാണ്. അപ്പം അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഖത്തീബാണ് ഒരു പള്ളിയിലെ ഖത്തീബാണ്. വെള്ളിയാഴ്ച ഖുത്ബ ഓതല പരിപാടി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അത്രയ്ക്ക് മതി, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു അല്പത്താടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു നമ്മളൊക്കെ പറ്റിയ ആൾ തന്നെയാണെന്ന് അവർക്ക് തോന്നുന്നു, അവർ ചെയ്യുന്നു. ചെയ്യാൻ പാടില്ല. ഫത്വ നൽകുന്നത് പോലും, നമ്മൾ കൊടുക്കുന്ന ഫത്വ, ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചു, ഈ കാര്യം ഹലാലാണോ ഹറാമാണോ? നിങ്ങളോടൊരു ഫത്വ, നിങ്ങൾക്കൊരു പക്ഷേ കേട്ട് വരികയുണ്ടാവും ഇത് ഹറാമാണല്ലേ ഹലാലാണ്. എന്നാൽ പോലും ഒരു പണ്ഡിതനോട് ചോദിച്ചോളൂ, ഞാൻ കേട്ടത് ഇങ്ങനെയാണ് എന്നേ പറയാൻ പാടും, എന്നല്ലാതെ അത് ഹറാമാണ് എന്ന് നിങ്ങൾക്ക് ഫത്വ കൊടുക്കാൻ പാടില്ല. നിങ്ങളത് പറഞ്ഞ ആ ഫത്വ ശരിയാണെങ്കിൽ പോലും നിങ്ങൾ തെറ്റ് ചെയ്തു എന്നാ പറയാ. അഖ്തഅ വലൗ അസ്വാബ. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയായിരിക്കും, പക്ഷെ നിങ്ങൾ ആ എടുത്ത നിലപാട് തെറ്റാ. നിങ്ങളത് പറയേണ്ട ആളല്ല. നിങ്ങളത് പറയേണ്ട ആളല്ലല്ലോ. പറയേണ്ടത് ആരാണ്? ദീൻ പഠിച്ച ആളുകളാണ് പറയേണ്ടത്. അത് അവർക്ക് വിട്ടുകൊടുക്കണം. ഡോക്ടർ ഇങ്ങനെ കീറി മുറിക്കണത് കണ്ടിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ അസിസ്റ്റൻ്റായി നിൽക്കുന്ന ആള് രോഗിൻ്റെ വയറ് കയറി അങ്ങനെ ഉണ്ടാവും. അവൻ പറയും, എനിക്കറിയാം ഡോക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യാറ്, ഒരു ഇഞ്ചക്ഷൻ ഇവിടെ കൊടുക്കും, പിന്നെ കത്തിയെടുത്ത് ഇങ്ങനെ കീറലാണ്. ഞാൻ ചെയ്യും, ഇത്ര കാലം ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 10-30 കൊല്ലമായില്ലേ, എനിക്ക് ചെയ്യാൻ പറ്റും. അയാൾ കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം, അയാൾ ചെയ്യുന്നത് ശരിയുമായിരിക്കാം. ഡോക്ടർ തുന്നുന്നതിനേക്കാൾ ഉഷാലും ഒരു തുന്നിയെന്ന് വരാം. പക്ഷേ അയാൾ ചെയ്ത് തെറ്റ്, അത് ക്രിമിനൽ കുറ്റമാണ്. എന്തുകൊണ്ട്? അയാൾ അതിന് അർഹനല്ല എന്ന് തന്നെ വിഷയം. ദീന്റെ വിഷയത്തിൽ തന്നെ അഖ്തഅ വലൗ അസ്വാബ്. നിങ്ങൾ കൊടുത്ത ഫത്വ ശരിയാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്ത് തെറ്റാണ്. എന്തേ? അത് ഇൽമിന്റെ അഹ്ലുകാര് ചെയ്യേണ്ട പണിയാണ്, അത് ആലിമീങ്ങളാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യം. നിങ്ങൾക്ക് പറയാം, ഇങ്ങനെ ഒരു ഫത്വ ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഉസ്താദിന്റെ ഫത്വ അതിലുണ്ട്, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പറയാം. പക്ഷെ നിങ്ങളായിട്ട് ഫത്വ കൊടുക്കാൻ പാടില്ല. നിങ്ങൾ അതിന് അർഹരല്ലെങ്കിൽ, ഇൽമ പഠിച്ചിട്ടില്ലെങ്കിൽ, കിതാബോധി പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പാടില്ല എന്നാ. പക്ഷെ ഇതൊക്കെ ആരോട് പറയാൻ? യൂട്യൂബ് ഓണാക്കിയിട്ട് അങ്ങനെ ചാനൽ തുടങ്ങി വിടല്ലേ? അപ്പോൾ എല്ലാവർക്കും എല്ലാം പറയാമെന്ന വിചാരം. ദീനിന്റെ വിഷയത്തിൽ അത് പാടില്ല. വലിയ രസമുണ്ടായി. രസം എന്താണെന്നറിയോ? ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു, നമ്മൾ ഗീബത്തും നമീമത്തും പറയരുത്. പക്ഷേ ഒരു നേതാവിൻ്റെ അഭിപ്രായം അത് പറയണമെന്നാണ്. എന്താ ചെയ്യുക? അതിനൊരു കുഴപ്പമില്ല. എന്താ പറഞ്ഞാൽ നേതാക്കന്മാർ തെറ്റ് ചെയ്യുമ്പോൾ പരസ്യമായിട്ട് പറയണ്ടേ? ഞാൻ പറഞ്ഞു, നേതാക്കന്മാർ തെറ്റ് ചെയ്താൽ അത് അവരെ ഗുണദോഷിക്കുകയും നേർക്കുനേരെ അവരുമായിട്ട് പ്രൈവറ്റായിട്ട് പറയുകയും ചെയ്യല്ലേ വേണ്ടത്. അവരെ നാണം കെടുത്താൻ പാടുണ്ടോ? അപമാനിക്കാൻ പാടുണ്ടോ? ചവിട്ടിത്തേക്കാൻ പാടുണ്ടോ? നബിമാം പറഞ്ഞ കാര്യം എന്താ? നബിമാം തങ്ങൾ പറഞ്ഞത്, ഏത് നേതാവോ ഇമാമോ ഭരണാധികാരിയോ ആണെങ്കിൽ പോലും അവർക്ക് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം. ഈ ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ചൂണ്ടിക്കാണിക്കാൻ പാടില്ലെന്നാണ്. അവരെ സ്വകാര്യമായി കണ്ടുകൊണ്ട് ധരിപ്പിക്കണം എന്നാണ്. ഐബാക്കാൻ പാടില്ല, അപമാനിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം ഒരു ടൈറ്റിലൊക്കെ ഉള്ള ആളാണ്, ദുബൈയിലാണ്. സംസാരിച്ച് അവസാനം പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ ത്വഫ് ഓതിയ ആളാണ്, ഞാൻ ത്വഫ് ദർസ്. എന്നാൽ ശരി കേട്ടോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല, പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവില്ല. പിന്നെ എനിക്ക് അതിൽ വലിയ അറിവുണ്ട്, നിങ്ങൾ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതിൻ്റെ അർത്ഥം. ശരി, എന്നാൽ പിന്നെ തീർന്നു, വിഷയം തീർന്നു. അതുകൊണ്ട് ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നമുക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കാം, പക്ഷെ ദീനിൻ്റെ പേരിൽ അതിനെ വെച്ച് കെട്ടാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ ഈവത്ത് പറഞ്ഞോ, പക്ഷെ ദീനിൽ അത് പാടുണ്ടെന്ന് പറയരുത്.
ദീനിൽ എങ്ങനെയാണ് നസീഹത്ത് ചെയ്യേണ്ടത്. ഇമാം ഷാഫി തങ്ങളുടെ മദ്ഹബല്ലേ ഇമാം നവവി തങ്ങൾ പറയാം. ഷാഫി ഇമാം എന്താ പറയണത്? ഒരു മനുഷ്യനെ പരസ്യമായി നിങ്ങൾ ഉപദേശിച്ചാൽ അത് ആ മനുഷ്യനെ ഉപദേശിക്കലല്ല, നാണം കെടുത്തലാണ്. ഒരു മനുഷ്യനെ രഹസ്യമായി ഉപദേശിച്ചാൽ അതാണ് ഉപദേശം. അപ്പൊ ഇന്ന് നടക്കുന്ന തിരുത്തലുകളൊക്കെ പരസ്യമാണിത് ചെയ്യരുത്. അതുകൊണ്ട് ഫിത്നയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ മക്കൾ, നമ്മുടെ പ്രവർത്തകരെ സംബന്ധിച്ച വലിയ വേദന. നമ്മുടെ പ്രവർത്തകർക്ക് ആവേശം കുറയും. ഗീബത്ത് പറയുന്ന പ്രവർത്തനം എന്തിനാണ് നമുക്ക് വേണ്ടത്? ഗീബത്തും നമീമത്തും പറയുന്ന സംഘടനാ പ്രവർത്തനം എന്തിനു വേണം? നമുക്ക് സംഘടന വേണം, നന്മ ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാൻ. ഗീബത്തും നമീമത്തും പറഞ്ഞിട്ട് ഉണ്ടാക്കേണ്ടതാണോ സംഘടന? അങ്ങനത്തെ സംഘടന പൂട്ടിപ്പോണം. എന്തിന്? ഗീബത്തും നമീമത്തും പറഞ്ഞിട്ട് അത് ചെയ്യരുത്. ഇതുപോലൊന്നും പറയാൻ പറ്റൂല. അത് പറഞ്ഞ ആൾ പ്രതിയാണ്. അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ കണ്ണിൽ കരടായിരിക്കും അവർക്ക്. എന്തേ? ഇതാരും പറയാൻ ധൈര്യപ്പെടുന്നില്ല എന്ന്. കാരണം അപ്പോഴേക്കും പിന്നെ ചാപ്പകുത്തും, പിന്നെ ലേബൽ അടിക്കും. വല്ലി അള്ളാന്റെ ദീനാണ് വലുത്. ഗീബത്തും നമീമത്തും ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ഉമ്മത്ത് ചിന്നിച്ചിതറും. ഇത് നബി തങ്ങൾക്ക് ഇഷ്ടമാവില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊക്കെ മസ്ലഹത്തിന്റെ വഴിയുണ്ട്. ആലിമീങ്ങളും നേതാക്കന്മാരും അത് ആ വഴികൾ അവർ ചെയ്യട്ടെ. നമ്മൾ സാധാരണക്കാർ ഇവിടെ ഇരുന്നിട്ട് ആലിമീങ്ങളെയും ഇവരും തിന്നാൻ നിൽക്കണ്ട, അവരെ ആക്ഷേപിക്കാൻ നിൽക്കണ്ട, അവരെ പേരിൽ എഴുതാനോ പറയാനോ നിൽക്കല്ലേ. കാരണം അത് നമ്മുടെ ദീൻ നഷ്ടപ്പെടും, നമ്മുടെ അമല് നഷ്ടപ്പെടും. പരലോകത്ത് മുഫ്ലിസാണ്. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ കയ്യിൽ അമൽ ഉണ്ടെന്ന് വിചാരിച്ച് ചെന്ന് നോക്കുമ്പോൾ ഗീബത്ത് പറഞ്ഞു കൊടുക്കുമ്പോഴേ കൊടുത്തു തീർത്തിട്ട് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ആരെപ്പറ്റി ഗീബത്ത് പറഞ്ഞോ അവരുടെ തെറ്റ് തലയിലേക്ക് കൊടുക്കുകയും അവരല്ലാഹു നരകത്തും മയൂർമാബിഹിം ഇലന്നാർ, നരകത്തിലേക്ക് അള്ളാഹു അവരെ എറിയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. മുഫ്ലിസ് എന്നാ പറയാ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോ നന്മ നന്മയാണും തിന്മ തിന്മയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അനിവാര്യമായ വിഷയമാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ അലവി മാലിക്കി തങ്ങൾ പറയാം. പിന്നെ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ വകം ലിസ്സലാത്തി അലൈഹി മിൻ ഫവായിദ്. തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന എത്ര കൂലിയാണ്. ആ സ്വലാത്തിന്റെ അവസരമാണല്ലോ മൗലിദ്. മൂന്നാമത്തേത് അന്നഹു യഹ്തവി അലാ ദിക്രി അഖ്ലാഖിഹി ശരീഫ. ഹബീബായ നബി തങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ അവിടെ വരും. വസുനനിഹിൽ ജലീല വആദാബിഹി അല്ലതി അദ്ദബഹു ബിഹാ റബ്ബുഹു തആല. നബി തങ്ങളുടെ അദബ്, തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ, തങ്ങളുടെ സ്വഭാവ രൂപങ്ങൾ, തങ്ങൾ പെരുമാറിയത്, തങ്ങളുടെ ചരിത്രങ്ങൾ ആലിമീങ്ങൾ പറഞ്ഞു തരും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ മൗലിദ് എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ അതിനെ കുറ്റപ്പെടുത്തുക സാധ്യമല്ല. അത് മിൻ ബിദ്അഇൽ ഹസന, നല്ല കാര്യമാണ് എന്ന് മഹാനവറുകൾ സമർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫത്വയിൽ. ഓക്കെ, ഇനി മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ, ഇതെല്ലാവരും അംഗീകരിക്കുന്ന മഹാനാണ്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഇന്ന ഖാസിദുൽ ഖൈരി വ ഇദ്ഹാരിൽ ഫർഹി വസ്സുറൂർ ബിമൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മഹബ്ബത്തി ലഹു യക്ഫീഹിം അൻ യജ്മഉ അഹ്ലൽ ഖൈരി വസ്സലാഹി വൽ ഫുഖറാഇ വൽ മസാകീൻ. ഹബീബായ നബി തങ്ങളുടെ മൗലിദിൽ സന്തോഷിച്ചുകൊണ്ട്, ധാരാണ് സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ലോകം മുഴുവൻ സ്വഹീഹുൽ ബുഖാരി പഠിക്കുന്നുണ്ടെങ്കിൽ ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹ് പഠിക്കണമെങ്കിൽ ഫത്ഹുൽ ബാരി പഠിക്കണം കൂടെ. ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് ഫലസ്തീൻകാരനായ മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളാണ്. മഹാനവറുകൾ പറയാണ്, തങ്ങളുടെ മൗലിദിൽ സന്തോഷിച്ചുകൊണ്ട് ആ പരിപാടിക്ക് പോകുന്നവർ, വൽ മഹബ്ബത്തി ലഹു, ഹബീബായ തങ്ങളോടുള്ള സ്നേഹം കൊണ്ടും തങ്ങളുടെ ജനനം കൊണ്ട് സന്തോഷിച്ചുകൊണ്ടും നന്മകൾ ചെയ്യുന്ന ആളുകൾ, യക്ഫീഹിം, അവർക്ക് ഏറ്റവും ആദ്യം കിട്ടുന്ന നന്മ യജ്മഉ അഹ്ലൽ ഖൈരി വസ്സലാ, പണ്ഡിതന്മാരും സയ്യിദന്മാരും നേതാക്കളും നല്ല ആളുകളും അവിടെ ഒരുമിച്ച് കൂടുമല്ലോ. എന്ത് രസമുള്ള മജ്ലിസാണത്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. അഹ്ലുൽ ഖൈർ, നന്മയുടെ ആളുകളാണ് അവിടെ ഉള്ളത്. അവിടെ ചാടി കളിക്കലോ മ്യൂസിക്കോ ഡാൻസോ ഒന്നും അല്ലല്ലോ. ഹബീബായ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലി ദിക്ർ ചൊല്ലി എന്തൊരു മനോഹരമാണ്. അത് തന്നെ പോരെ വൽ ഫുഖറാഇ വൽ മസാകീൻ, ആ സദസ്സിൽ വരുന്നത് ഏറിയ കൂറും മിസ്കീന്മാരും ഫുഖറാക്കളും അല്ലയോ? ആലോചിച്ചിട്ടുണ്ടോ? മൗലിദിൽ അങ്ങനെ ഉണ്ടാവുക, കൂടുതൽ ഫുഖറാക്കളും മിസ്കീന്മാരും ഉണ്ടാവുക. ഇബ്നു ഹജർ തങ്ങൾ പറയാം, ഇത് തന്നെ പോരെ. ഫഖീറന്മാരും മിസ്കീന്മാരും ഒരു സദസ്സിൽ ഉണ്ടായാൽ ആ സദസ്സിന് ദുആക്ക് ഉത്തരമുണ്ടെന്നാണ്. ഇന്നമാ തുൻസറൂന ബിഹിം, അവരെ കൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്ക് സഹായം നൽകുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖീർ മിസ്കീന്മാർ, ഗൾഫിലുണ്ടല്ലോ ഫക്കീർ മിസ്കിന്മാർ, എത്ര ആൾക്കാരില്ലേ ജോലി ഇല്ലാത്തവര്, ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവര്, ഒരുപാട് കഷ്ടപ്പാടുള്ളവര്, ഒരു ഒഴിവില്ലാതിരിക്കുന്നവര്, അങ്ങനെ വളരെ പ്രയാസപ്പെട്ട മിസ്കിന്മാർ. അത്തരം ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുന്നത് മാത്രം പോരെ മൗലിദിന്റെ മഹത്വം മനസ്സിലാക്കാൻ.
ആര് പറയാ? ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ. ഫയതുഇമൂനഹും, അവർക്ക് ഭക്ഷണം കൊടുക്കും. വയതസദ്ദഖൂന അലൈഹിം, അവർക്ക് സ്വതക്ക കൊടുക്കും, എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും ചിലപ്പോ. എന്തിന്? മഹബ്ബത്തൻ ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടായതിന്റെ പേരിൽ. അതാണ് തങ്ങളുടെ പേരിൽ ചെയ്യാന്ന് പറഞ്ഞാൽ. മഹാനായ മുഹദ്ദിസ് ശൈഖ് തങ്ങളോട് സ്നേഹമുണ്ടായതിന്റെ പേരിൽ, മഹാനവറുകളുടെ പേരിൽ നമ്മൾ അന്നദാനം ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവേ, നീ ഇഷ്ടപ്പെട്ട ഈ മഹാനെ ഞാൻ ഇഷ്ടപ്പെടുന്നു റബ്ബേ. അന്നദാനം ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണ്, റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമാണ്. മദീനയിൽ വന്നപ്പോൾ തങ്ങൾ ആദ്യം പറഞ്ഞ ഹദീസ് അതല്ലയോ? അഫ്ശുസ്സലാം അത്ഇമുത് തുആം സുലുൽ അർഹാം സുല്ലു ബില്ലൈലി വന്നാസു നിയാം. അതുകൊണ്ട് റബ്ബേ, ഈ മഹാന് ഞാൻ ഈ ചെയ്യുന്ന സ്വതക്കയുടെ കൂലി എനിക്ക് നീ നൽകുന്ന പോലെ, അതിൻ്റെ സവാബ് പോലത്തൊരു കൂലി മഹാനവറുകൾക്ക് നീ കൊടുക്കണമേ. ഇതാണ് ഇപ്പൊ അവരുടെ പേരിൽ ചെയ്യാന്ന് പറഞ്ഞ, ബദരീങ്ങളുടെ പേരിൽ ചെയ്യാന്ന് പറഞ്ഞ എന്താ? നമ്മൾക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ എന്താ പറ്റുക? ഖുർആനും ദിക്റുകളും നല്ല കാര്യങ്ങൾ ത്വാഅത്തുകളല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് ദാനം ചെയ്യുന്നതിനാണ് പേരിൽ ചെയ്യാന്ന് പറയാ. മൗലിദിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോഴേക്കും അത് ജാഹിലിയ കാലത്ത് ബിംബത്തിന് അർത്ഥം കൊടുത്തതിന് തുല്യമാണെന്ന് പറയും ചില ആൾക്കാർ. എന്തൊരു കഷ്ടമാണ് പടച്ചോനെ. അത് ഞങ്ങൾക്ക് ചിലക്കാൾ ഞങ്ങൾ തൊടൂലേ മൗലിദിന്റെ ഞങ്ങൾക്ക് പറ്റുന്നത് ഹറാമാണ്. എന്തേ? അത് അള്ളാഹ്ക്ക് വേണ്ടിയുള്ളൊന്നും അല്ലല്ലോ. പൊന്നു ചങ്ങായി, അള്ളാഹ്ക്കല്ല, പിന്നെ ആർക്കുള്ളതാ? അഖീഖത്തർക്കും കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അപ്പൊ അത് ആർക്കുള്ളതാ? എന്തിനാ അഖീഖത്തർക്കുന്നറിയോ? അള്ളാഹുവേ, എൻ്റെ കുട്ടി നീ തന്ന നിഅമത്താണ്, ആ നിഅമത്തിന് ശുക്റാണ് റബ്ബേ ഇത്. അത് മാത്രമല്ല, ആ കുട്ടിയുടെ പേരിൽ ഒരു മൃഗമറുത്ത് ദാനം ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നാളെ നരകമോചനം ഉണ്ടാകുമെന്നല്ലേ നിന്റെ റസൂൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് നിന്റെ നിഅമത്തിന് ശുക്റായിട്ട് ഞാനിതാ എൻ്റെ കുട്ടിക്ക് വേണ്ടി അഖീഖത്തറുക്കുകയാണ്. അപ്പൊ അള്ളാഹ്ക്കല്ലാത്ത അറിവ് എന്ന് പറയാൻ പാടുണ്ടോ ഇതിന്? അള്ളാഹുവിനല്ലാതെ അറുക്കുന്നത് എന്ന് പറഞ്ഞ പ്രയോഗം ജാഹിലിയ കാലത്ത് ബിംബങ്ങൾക്ക് വേണ്ടി അവർ ദാനം ചെയ്തിട്ടുണ്ട്. അത് പാടില്ലാത്ത കാര്യമാണ്. ബിംബങ്ങൾക്ക് വേണ്ടി ബലിയർപ്പണം നടത്തിയിട്ടുണ്ട്, അത് പാടില്ലാത്തതാണ്. മറ്റു ആരാധനാകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതല്ലല്ലോ, അള്ളാഹിന്റെ പൊരുത്തം കിട്ടാനല്ലേ ഇത് ചെയ്യുന്നത്. അപ്പൊ റബീഉൽ അവ്വലാണെങ്കിലും ബദരീങ്ങളാണ്ടാണെങ്കിലും മുഹദ്ദിസ് ശൈഖ് തങ്ങളെ സംബന്ധിച്ചുള്ള മജ്ലിസ് ആണെങ്കിലും അവിടെയൊക്കെ ദാനം ചെയ്യുന്ന അന്നദാനങ്ങൾ അള്ളാഹു കൂലി തരാൻ വേണ്ടി ചെയ്യുന്ന ദാനങ്ങളാണ്. പിന്നെ ഇത്തരം പരിപാടികളിൽ ആരെങ്കിലും ദീനിന് വിരുദ്ധമായി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിന് ഉത്തരവാദികളല്ല. കാരണം നമ്മൾ പറയുന്നത് ശർഇന് വിരുദ്ധമല്ലാത്ത രീതിയിൽ ചെയ്യുന്ന നന്മകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ശർഇന് വിരുദ്ധമായത് നിരുത്സാഹപ്പെടുത്തേണ്ടതും ഇല്ലായ്മ ചെയ്യേണ്ടതും അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യരുത്. വാദ്യമേളങ്ങൾ ഉണ്ടാക്കുക തങ്ങൾക്ക് ഇഷ്ടമല്ലാതെ, ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലർന്നിരിക്കുക തങ്ങൾക്കത് ഇഷ്ടമല്ല. സ്വല്ലല്ലാഹു തങ്ങളത് പാടില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. അത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കണം. അച്ചടക്കമില്ലാത്ത പരിപാടികൾ, ശർഅ് നിരോധിച്ചിട്ടുള്ള വിഷയങ്ങൾ, ഇടകലരൽ, ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്. അതിൽപ്പെട്ട തന്നെ റോഡ് ബ്ലോക്കാക്കുക, കാര്യങ്ങൾ, ഘോഷയാത്രയും ആ ഒരു ജാഥയും ഒക്കെ പോകുമ്പോൾ അതിൻ്റെതായ അച്ചടക്കത്തിലും
നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം. അദ്ദേഹം ഉടനെ പറഞ്ഞു, ഇല്ല, ഞാൻ ആ സേഫ് സൈഡ് തന്നെ ഞാൻ പോവാണ്, വേണ്ട. ചില ആൾക്ക് അങ്ങനെ, ചിലർക്ക് ഞാൻ മറ്റേ അഭിപ്രായം എടുത്തോളാം എന്ന് പറയുന്നവരുണ്ടായിരിക്കും. അത് മനുഷ്യന്മാരുടെ ഈമാൻ അനുസരിച്ചാണ്. അത് അവരവരും പടച്ചവനും തമ്മിലുള്ള വിഷയമാണ്. പക്ഷെ നിയമം എന്താണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. നിങ്ങൾക്കിപ്പോൾ ഇപ്പം ഇഷ്ടം ഉണ്ടാവില്ല, പിന്നെ ഇഷ്ടം ഉണ്ടായിന്ന് വരും. ഇപ്പം മ്യൂസിക് ഹറാമെന്ന് പറഞ്ഞ് ഈ ചോരത്തളപ്പുള്ള കുട്ടികളൊന്നും കേൾക്കൂല. അത് പിന്നെ നമ്മൾ മറ്റേ മൂല്യരപ്പാന്ന് പറയും. കുറച്ചൊക്കെ കഴിഞ്ഞിങ്ങനെ ഇങ്ങനെ ഒന്ന് ഇരുത്തം വന്ന് തുടങ്ങി, ഇങ്ങനെ കുറച്ചങ്ങനെ ആലോചനയൊക്കെ വന്നു, ഇങ്ങനെ ബെഡിലൊക്കെ ആയി കിടന്നു, എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം അത് നന്നായിരുന്നില്ലേ, ആ അഭിപ്രായമായിരുന്നു ശരിയായിരുന്നത്. കാരണം അതുകൊണ്ടൊക്കെ എന്താ ഇപ്പം കിട്ടിയത്? നന്മയാണോ ഹൈറാണോ ഷെറാണോ ഉണ്ടായതെന്ന് ആലോചിച്ചാൽ ഭൂരിഭാഗം ഷെറായിരിക്കും എൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം നമുക്ക് മൈൻഡ് മാറും. പക്ഷെ നിയമം അങ്ങനെ തന്നെ, നിയമത്തിന് ഷെറഇൻ്റെ നിയമത്തിന് 16 വയസ്സാ 17 വയസ്സാ, അത് അങ്ങനെ തന്നെ നിലനിൽക്കും. നമുക്ക് വയസ്സ് മാറിയും കുറയുമ്പോഴൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഷെറഇൻ്റെ നിയമത്തിന് മാറ്റം വരില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ശരീഅത്ത് അജയ്യമാണ്. അത് ആരെ കൊണ്ട് മാറ്റാൻ കഴിയില്ല. അതാരും വിചാരിച്ചാലും നടക്കില്ല. അത് ആലിമ്യങ്ങളിലൂടെയും പണ്ഡിതന്മാരിലൂടെയും ലോകത്ത് അള്ളാഹു നിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് മഹാനവറുകൾ പറയാണ്, തങ്ങളുടെ മദ്ഹ് പറയാ, സ്വലാത്ത് ചൊല്ലുക, തങ്ങളുടെ ജനന സമയത്തുണ്ടായ ഹദീസുകൾ വായിക്കുക. ഈ 3 കാര്യങ്ങളോടൊപ്പം അവിടെ ഭക്ഷണം നൽകപ്പെടും. ഫയുത്ഇമൂനഹും വയതസദ്ദഖു അലൈഹിം മഹബ്ബതൻ ലഹു, തങ്ങളോട് സ്നേഹമുണ്ടായതിൻ്റെ പേരിൽ അവിടെ ഭക്ഷണം കൊടുക്കും. അപ്പം ആ ഭക്ഷണം കൊടുക്കൽ പുണ്യമുള്ള കാര്യമാണ്. എന്തിന്? തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത്. നമ്മൾ എന്തിനു ചെയ്യുന്നു? അള്ളാഹുവിൻ്റെ ഒരു വലിയനോടുള്ള ഇഷ്ടം കൊണ്ട്. ഇപ്പോൾ ഉറൂസ് പരിപാടികളൊക്കെ ഉണ്ടാവും നാട്ടില്, വളരെ മഹാന്മാരായ ആളുകളുടെ അനുസ്മരണങ്ങളാണ് നമ്മൾ ഈ ഉറൂസ് എന്ന് പറയുന്നത്. പക്ഷേ അതവിടെ ഒരു ഉത്സവമാക്കി മാറ്റുന്ന നാട്ടുകാരുണ്ടായിരിക്കാം. അത് തെറ്റാണ്. അത് ഉത്സവമല്ല. അതൊരു കച്ചവടവൽക്കരിക്കുന്ന നാട്ടുകാരുണ്ടായിരിക്കാം. അത് തെറ്റാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലർന്ന് ഉറൂസാന്ന് പറഞ്ഞിട്ടാണ് കൂടിക്കലർന്ന് നടക്കുക, അവിടെ ഹാങ് ഔട്ട്. ഇത് പാടില്ലാത്തതാണ്, ഹറാമാണ്. പക്ഷേ ഒരു മഹാനെ ഓർക്കുകയും അവരുടെ ജീവിത ചരിത്രങ്ങൾ പഠിക്കുകയും ആ മഹാന്റെ ഓർമ്മകളുടെ നിറവിൽ നിന്നുകൊണ്ട് നന്മകൾ മനസ്സിലാക്കുകയും ഉറുദയും വാതും സാരോപദേശങ്ങളും ജനങ്ങൾക്ക് കിട്ടാൻ അവസരമുണ്ടാവുകയും ചെയ്യല്ലേ. അങ്ങനെ ഉണ്ടാകുന്നത് മഹത്തരമായ കാര്യമാണ്. അവിടെ ദാനധർമ്മം ചെയ്യുന്നത്, അള്ളാഹുവെ നീ ഇഷ്ടപ്പെട്ട ഒരു മഹാനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ, നന്മ മാത്രം ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരാൾ, ആ മഹാനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് റബ്ബേ, ഞങ്ങൾ ദാനധർമ്മം ചെയ്യുന്നു റബ്ബേ, ഇതിൻ്റെ പ്രതിഫലം ആ മഹാനും നീ കൊടുത്തേക്കണമേ. ഈ നിയ്യത്തിലാണ് നമ്മൾ അന്നദാനം ചെയ്യുന്നത്. അതിനൊക്കെ എന്ത് വിരോധമുള്ളത് എന്ന് വിചാരിച്ച് ഹറാമുകൾ ഒരിക്കലും നിസ്സാരവൽക്കരിക്കുകയല്ല, ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. തെറ്റുകൾ തെറ്റ് തന്നെയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലരുന്ന സംവിധാനങ്ങൾ ശറയിൽ പാടില്ലാത്തതാണ്. എന്താ അങ്ങനെയാണ് ദീൻ്റെ നിയമം. അത് നടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചതെല്ലാം ബന്ധാക്കണം, അങ്ങനെയല്ല. അതിന് ഇല്ലത്ത് എലിയുണ്ടെങ്കിൽ ഇല്ലം ചുടേണ്ട ആവശ്യം, എല്ലിനെടുത്ത് പുറത്താക്കിയാൽ മതി അല്ലേ. ആ നന്മയായിട്ട് നിലനിൽക്കുകയാണ്. ആ ഹറാമുകളെടുത്ത് ഒഴിവാക്കണം. ചെയ്യാൻ പാടില്ലാത്തത് നിർത്തിവെക്കണം. അവിടെ ആന എഴുന്നള്ളിപ്പുണ്ടല്ലോ, അതുണ്ടല്ലോ, ഇതുണ്ടല്ലോ, അത്തരം വിഷയങ്ങൾ ശറഇന് വിരുദ്ധമായത് നമ്മൾ ചെയ്യാതിരിക്കണം. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഒരു മഹാത്മാവിൻ്റെ അനുസ്മരണം നടക്കുന്ന സമയം അവിടെ ഖൈറുകളെ സംഭവിക്കാൻ പാടും. ഇബാദത്തിൻ്റെ സമയമാണ്. നമുക്കും ഒരു മരണമുണ്ട്. നമ്മൾ നാളെ ഖബറിലേക്ക് പോവാൻ. നമ്മൾ ആരെങ്കിലും ഓർക്കാനുണ്ടാവോ? നമുക്ക് ആരെങ്കിലും ഒരു യാസീൻ ഓതാനുണ്ടാവോ? പടച്ചവനെ, ഈ മഹാൻ ജീവിതത്തിൽ നന്മ ചെയ്തു പോയത് കൊണ്ടല്ലേ ആയിരക്കണക്കിന് ആളുകൾ ഈ മഹാനെ ഓർക്കുന്നത്. അള്ളാഹു, എൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്നെ ആരെങ്കിലും സ്വന്തം മക്കൾ മറന്നുപോലെ, പാപ്പ മരിച്ചു 1-2 മാസം കഴിഞ്ഞാൽ, 1-2 കൊല്ലം കഴിഞ്ഞാൽ ആണ്ട് പരിപാടി നിൽക്കും, എല്ലാം നിൽക്കും അല്ലേ. ഇപ്പം ഈ ആണ്ട് പരിപാടികളാവട്ടെ, അതും പറയാം. ഒരു ഉപ്പ മരിച്ചതിൻ്റെ ആണ്ട് അത് തങ്ങൾ ചെയ്തിട്ടുണ്ടോ ചോദിക്കാൻ നിൽക്കണ്ട. വാപ്പ മരിച്ചു ആണ്ടെന്ന് പറഞ്ഞ 12 മാസം അള്ളാഹിൻ്റെ ശറഅ് നിയമിച്ച നിയമമാണ്. 12 മാസം വർഷങ്ങൾ ആവർത്തിക്കും. റമദാൻ ആവർത്തിക്കും, ഹജ്ജ് ആവർത്തിക്കും, റബീഉൽ അവ്വൽ ആവർത്തിക്കും, മുഹറം ആവർത്തിക്കും. ഈ ആവർത്തനം എന്തിനാണെന്നറിയോ? ഓർക്കാനാണ്. വാപ്പ മരിച്ചു, 1 കൊല്ലം കഴിഞ്ഞിട്ടെങ്കിലും ആ വാപ്പയ്ക്ക് വേണ്ടി ഒരു നന്മ ചെയ്യുക. ഒന്നും ചെയ്യാതെ പോകുന്നതിനെക്കാട്ടും ഹൈറല്ലേ അത്. അത് ഈ 8-ാം ദിവസവും 40-ാം ദിവസവും 25-ാം ദിവസവും എത്ര ദിവസങ്ങൾ നിങ്ങൾ ചെയ്തോ, നന്മ ചെയ്യുക, നല്ലത് ചെയ്യുക. നന്മ ചെയ്യുക, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ചെയ്യാതിരിക്കുക. എങ്കിലതിനൊരു വിരോധമില്ല. ഇത്തരം കാര്യങ്ങൾ തങ്ങളുടെ കാലത്ത് ഇല്ലാത്തതാണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, അങ്ങനെ അടിച്ചാക്ഷേപിക്കേണ്ട വിഷയമല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണേ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, അള്ളാഹുവിൻ്റെ ഹബീബിനെ കൊണ്ടല്ലേ നമ്മൾ ഏറ്റവും നല്ല ഉമ്മത്തായി മാറിയത്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല ഉമ്മത്തികളാണ്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു സമർപ്പിച്ച ഏറ്റവും നല്ല ഉമ്മത്തികളാണ് നിങ്ങൾ. ആ നിങ്ങൾ എന്ന് പറയുന്ന നമ്മൾ ഏറ്റവും നല്ല ഉമ്മത്തികളായത് ആരെ കൊണ്ടാ? റസൂലുള്ളാഹി തങ്ങളെ കൊണ്ടാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളില്ലെങ്കിൽ നമ്മൾ വട്ടപൂജ്യമാണ്. ആ തങ്ങളെയാണ് നമ്മൾ ഓർക്കുന്നത് എന്ന് ഓർക്കണം.
ആ തങ്ങളെ ഓർക്കുന്ന അവസരങ്ങളെയാണ് ഇത് പാടില്ല എന്ന് പറയുന്ന ആളുകൾ ഇല്ലായ്മ ചെയ്യുന്നത് എന്നും ഗൗരവത്തോടെ ഓർക്കണം. ഇന്നി അബ്ദുല്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഇന്നി അബ്ദുല്ലാഹി വ ഖാതമുൻ നബിയീൻ, ഞാൻ അല്ലാഹുവിൻ്റെ അടിമയാണ്. വ ഖാതമുൻ നബിയീൻ, അമ്പിയാക്കൾക്ക് ഖാത്തിമായി വന്ന നബിയാണ്. വ ഇന്ന ആദമ ലമുജന്ദലുൻ ഫീ ത്വീനതിഹി, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഉണ്ടാക്കാൻ മണ്ണും വെള്ളവും കുഴച്ചു വെച്ചിരിക്കുന്ന സമയത്തും ഞാൻ നബിയായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം ബൈഹഖി, ഇമാം അഹ്മദ് എന്നവർ, മറ്റുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്ത് ഇമാം ഇബ്നു ഹിബ്ബാൻ എന്നവർ സ്വഹീഹാണെന്ന് സമർത്ഥിച്ച ഹദീസാണ്. ഇമാം ഹാക്കിം എന്നവർ മുസ്തദ്റക്കിലും ഉദ്ധരിച്ച അൻ ഇർബാദ് ബിൻ സാരിയ. റസൂലുള്ളാഹി തങ്ങളുടെ മഹത്വം അത്ര വലുതാണ്. ആദം നബി അലൈഹിസ്സലാം എന്ന വല്ലിപ്പ വെള്ളവും ചെളിയുമായി അള്ളാഹു അവരെ രൂപപ്പെടുത്തി റൂഹ് ഊതുന്നതിന് മുമ്പ് തന്നെ കുന്തു നബിയൻ, ഞാൻ അള്ളാഹുവിൻ്റെ നബിയാണ്, ഖാത്തമുൻ നബിയനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, വസഉഖ്ബിറുക്കും അൻ ദാലിക്, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. ദഅവതു അബി ഇബ്രാഹിം, എൻ്റെ ഉപ്പയായ ഇബ്രാഹിം നബി ദുആ ചെയ്ത ദുആ ആണ് എൻ്റെ വരവ്. വബിശാറത്തു ഈസാ ബി, ഈസാ നബി ജനങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകാൻ വന്നവരാണ്. സന്തോഷ വാർത്ത നൽകുന്നതിനാണ് സുവിശേഷം നൽകുക എന്ന് പറയാം, അല്ലേ? സുവിശേഷകന്മാർ എന്ന് പറയും ക്രിസ്തീയ പണ്ഡിതന്മാരെ കുറിച്ച്. ഈസാ നബി സുവിശേഷകനാണ്. സുവിശേഷം എന്താ ഈ നല്ല വിശേഷം എന്ന് പറഞ്ഞാൽ, അന്ത്യപ്രവാചകർ വരുന്നു എന്ന വിശേഷം ലോകത്ത് പറയാമെന്ന നബി ആയതുകൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അങ്ങനെ പറയാൻ കാരണം അവർ നൽകുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ശറയിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ബിശാറത്ത്, സന്തോഷ വാർത്ത, സുവിശേഷം എന്ന് പറയുന്നത് റസൂലുള്ളാഹി തങ്ങൾ വരുന്നു. മുബശ്ശിറൻ ബി റസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം അഹ്മദ് എന്ന പേരുള്ള പ്രവാചകൻ നിങ്ങൾക്ക് വരുന്നു എന്ന് സന്തോഷം പറയാൻ വന്ന ആളാണ് ഞാനെന്ന് നബിയുന ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. നബിയുല്ലാഹി ഈസാ അലൈഹി ഇസ്ലാം. വറുഇയാ ഉമ്മില്ലതി റഅത്, എൻ്റെ ഉമ്മ കണ്ട സ്വപ്നമാണ് ഞാൻ, എൻ്റെ ഉമ്മ കണ്ട സ്വപ്നമാണ് ഞാൻ. ആമിന ബീവി റളിയല്ലാഹു അൻഹ കണ്ട ചില കാഴ്ചകളുണ്ട്. വകദാലിക ഉമ്മഹാത്തുൻ നബിയ്യീൻ യറൈൻ, പ്രവാചകന്മാരുടെ ഉമ്മമാർ അങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നവർ തന്നെയാണ്. അവർക്ക് ചില വെളിപാടുകൾ അല്ലാഹു നൽകുകയും ചെയ്യും. ഇന്ന ഉമ്മ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅത് ഹീന വദഅതുഹു നൂറൻ അല്ലാഅതു ലഹു ഖുസൂറുശ് ശാം, തങ്ങളെ പ്രസവിച്ചപ്പോൾ എൻ്റെ ഉമ്മയായ ആമിന ബീവി ഷാമിലെ സിറിയയിലെ കൊട്ടാരങ്ങൾ തിളങ്ങി പ്രകാശിക്കുമാർ അത് കാണപ്പെടുന്ന രീതിയിൽ ഒരു പ്രകാശം അവിടെ നിന്ന് പുറപ്പെട്ടത് എൻ്റെ ഉമ്മ കണ്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ മദ്ഹുകളാണത്. ഹബീബായ തങ്ങൾ റബീഉൽ അവ്വൽ 12-നാണ് ജന്മം കൊള്ളുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പ്രബലമായ അഭിപ്രായം. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, അതൊക്കെ എടുത്തിട്ട് ക്ലിപ്പാക്കി വിട്ടാൽ എന്തൊരു വസ്വാസാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തിനില്ലാത്ത ലൈലത്തുൽ ഖദറിന്റെ വിഷയത്തിൽ വരെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. 27 21 പക്ഷെ പ്രബല അഭിപ്രായം 27 അവിടെ തീർന്നു. പിന്നെ അത് 21 സാധ്യത എന്ന് പറഞ്ഞ് 27 ബോയ്ക്കോട്ട് ചെയ്യുക. 12 അല്ല, അത് ഇപ്പുറത്ത് വേറെ ഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് റബീഉൽ അവ്വൽ 12 അല്ല എന്ന് പറയുക. ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ വന്ന വിവരണങ്ങൾ എല്ലാം ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിക്കും. പക്ഷെ അതിൽ പ്രമാണമേതാണ്, പ്രമാണബദ്ധമായത് ഏതാണ് എന്ന് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദും അവിടുത്തെ പാരായണവും അവിടുത്തെ നന്മകളുമൊക്കെ ഇൻഷാ അല്ലാഹു തആല ധാരാളം പറയാനും കേൾക്കാനും അതിലൊക്കെ സംബന്ധിക്കാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അറാ കുല്ല മദ്ഹിൻ ഫിൻ നബി മുഖസ്സിറാ വഇൻ ബാലഗൽ മുസ്നി അലൈഹി വഅക്സറാ إذا الله أثنى في الكتاب المنزل عليه فما مقدار ما تمدح الورى عليه فما مقدار ما تمدح الورى أرى كل مدح في النبي مقصرا. ഒരു കവി പറയാണ്, അല്ലാഹുവിൻ്റെ ഹബീബിനെ നമ്മൾ എത്രമാത്രം പുകഴ്ത്തി പറഞ്ഞാലും അത് കുറച്ച് തന്നെ, അതൊന്നും കൂടുതലാകുന്നില്ല, അതൊന്നും വേണ്ട വിധത്തിലാകുന്നു പോലുമില്ല. എത്രയോ പറഞ്ഞ് ഒരുപാട് തങ്ങളെക്കുറിച്ച് പറഞ്ഞാലും അത് പോരാ, അത് മതിയായില്ല. ഇദല്ലാഹു അസ്നാ ഫിൽ കിതാബിൽ മുനസ്സലി, അല്ലാഹു ഇറക്കിയ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഹബീബിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലൈഹി ഫമാ മിഖ്ദാറു മാ തംദഹുൽ വറാ,
ഖാലിഖായ അള്ളാഹു നബിയെ പുകഴ്ത്തിയിട്ടുണ്ടെങ്കിൽ സൃഷ്ടികളായി നമ്മൾ പറഞ്ഞാൽ എവിടെത്താനാ? അള്ളാഹു പറഞ്ഞ മദ്ഹ് എത്രയാണ്? അപ്പൊ നമ്മൾ പറഞ്ഞാൽ ഒരിക്കലും അവിടത്തേക്ക് എത്തുകയില്ലല്ലോ. അതുകൊണ്ട് ഹബീബിന്റെ മദ്ഹുകൾ പറയപ്പെടണം. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. അങ്ങേക്ക് പൊരുത്തമാകുന്നവരെ അള്ളാഹു അങ്ങേക്ക് നൽകും നബിയേ. അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണ്. അങ്ങേക്ക് പൊരുത്തമാകുന്നവരെ അള്ളാഹു അങ്ങേക്ക് തരും. അവിടുന്ന് പറഞ്ഞു, എൻ്റെ ഉമ്മത്തികളിൽ ഒരാളെങ്കിലും നരകത്തിൽ കടന്നാൽ എനിക്ക് പൊരുത്തമാവില്ല റബ്ബേ. തങ്ങളെ അങ്ങേക്ക് പൊരുത്തമാകുന്നവരെ ഞാൻ നൽകും, ഞാൻ തരും അങ്ങേക്ക് തൃപ്തിയാകുന്നവരെ. അപ്പൊ തങ്ങൾ പറയാ, പഠിച്ചോനെ, എൻ്റെ ഉമ്മത്തികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഖൽബ് കൊണ്ട് വിശ്വസിച്ച എൻ്റെ ഉമ്മത്തികൾ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ അവർ നരകത്തിൽ കിടക്കുന്ന എനിക്ക് പൊരുത്താവില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആളവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് അങ്ങയെ നാം സന്തോഷിപ്പിക്കും എന്നതിനർത്ഥം. അതുകൊണ്ട് നമ്മൾ തങ്ങളുമായി എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ഒരൊറ്റ ആയത്ത് കൊണ്ട് ആലോചിക്കണം. നമ്മൾ എന്ത് സ്വലാത്ത് ചൊല്ലിയാലും എത്ര മദ്ഹ് പറഞ്ഞാലും മൗലിദ് പാരായണം ചെയ്താലും അതൊന്നും എവിടെ എത്തുന്നില്ല. ജീവിതകാലം മുഴുവൻ ഓരോ ദിവസവും നമ്മളത് ചെയ്താൽ പോലും തങ്ങളോടുള്ള കടപ്പാട് തീരുന്നില്ല. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. ദുആ വസിയത്തുകളുണ്ട്. നമ്മുടെ കല്ലൂരാവിയിലെ CH കുഞ്ഞബ്ദുള്ള ഹാജി, കല്ലൂരാവിയിലെ CH കുഞ്ഞബ്ദുള്ള ഹാജി എന്ന് പറഞ്ഞ വലിയൊരു മഹാനുണ്ട്. അദ്ദേഹം ഹജ്ജ് ക്ലാസ് എടുക്കുന്ന ആളാണ്. കല്ലൂരാവി എന്ന് പറഞ്ഞാൽ കാഞ്ഞങ്ങാടാണ്, കാസർഗോഡ് ജില്ലയിലാണ്. എല്ലാ വർഷവും ഹജ്ജ് ക്ലാസ് എടുക്കും. നല്ല പ്രായമുണ്ട്. എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് 5 പതിറ്റാണ്ട് 19 കൊല്ലത്തോളമായിട്ടുണ്ടാവും അദ്ദേഹം ഹജ്ജ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട്. ചെറുപ്പം മുതൽ തുടങ്ങിയതാണ്. അവർ സുഖമില്ലാതെ കിടക്കുകയാണ്. അള്ളാഹു അവർക്ക് സലാമത്ത് നൽകട്ടെ, അള്ളാഹു ഷിഫ നൽകട്ടെ. എൻ്റെ സുഹൃത്തുണ്ട് ഹമീദ് ഫൈദി, അദ്ദേഹം കാസർഗോഡുകാരനാണ്. അവർ കുറച്ചു കാലം നമ്മുടെ മാലിക് ദീനാർ നമ്മുടെ തളങ്കര പള്ളിയിൽ മുദരിസായിട്ടുണ്ടായിരുന്നു, അസിസ്റ്റൻ്റ് മുദരിസായിട്ട്. അവരുടെ അമോഷനം കൂടിയാണ് CH ഹാജിക. അള്ളാഹു താല അവർക്ക് വളരെ പെട്ടെന്ന് ഷിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ അഷ്റഫ് പന്നാനി സാഹിബ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അഷ്റഫ് സാഹിബ് നാട്ടിൽ പോയിട്ടുണ്ട്. ഉപ്പാക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു ഉപ്പാക്ക് വളരെ പെട്ടെന്ന് ഷിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ ആഴ്ച പായസം തന്ന സുഹൃത്തിൻ്റെ മുറാദുകൾ ഹാസിലാവാനും ജോലിയിലെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, അത് നീങ്ങിക്കിട്ടാനും വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിൻ്റെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അവരുടെ പ്രയാസങ്ങളെ അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. ഇന്നത്തെ പായസം ഷംസു കണ്ണൂർ എന്ന നമ്മുടെ സുഹൃത്തിൻ്റെ വകയാണ്. ജോലിയിൽ അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി ദുബൈയിലേക്ക് മാറുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെക്കാനും കൂടിയാണ്. അള്ളാഹു അവരുടെ ജോലിയിൽ ഖൈറും ബറക്കത്തും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ. അവരുടെ സ്വതക്കയെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹദീസ്, ഇന്നത്തെ ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു أن رسول الله صلى الله عليه وسلم قال لولا أن أشق على أمتي لأمرتهم بالسواك عند كل صلاة. رضي الله عنه أن رسول الله صلى الله عليه وسلم قال لولا أن أشق على أمتي لأمرتهم بالسواك عند كل صلاة. لولا أن أشق على أمتي لأمرتهم بالسواك عند كل صلاة. لولا أن أشق على أمتي لأمرتهم بالسواك عند كل صلاة. الحديث ഇങ്ങനെ മനഃപ്പാഠമാക്കാൻ പറ്റുന്നൊരു മനഃപ്പാഠമാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗല അൻ അശുഖ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികൾക്ക് പ്രയാസമാവും എന്ന് കരുതിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാ, നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, വുളൂ ചെയ്യുമ്പോൾ, നിസ്കാരത്തിലേക്ക് നിൽക്കുന്നതിന് മുമ്പൊന്ന് ബ്രഷ് ചെയ്യണം എന്ന് നിർബന്ധമാക്കുമായിരുന്നു ഞാൻ.
പക്ഷേ എല്ലാവർക്കും ബ്രഷ് കൊണ്ടെടുക്കാൻ പറ്റൂലല്ലോ, പ്രയാസമായതുകൊണ്ടാണ് അത് നിർബന്ധമാക്കാത്തത്. അത് പ്രബലമായ സുന്നത്താണ്. ഒരു മിസ്വാക്കെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യുക, പല്ല് തുടക്കുക. കാരണം നമ്മൾ അള്ളാഹുവിനോട് മുനാജാത്ത് ചെയ്യാൻ പോകുന്ന സമയമല്ലേ അത്. അള്ളാഹുവിനോട് സംസാരിക്കുകയാണത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് സംസാരിക്കാൻ കിട്ടുന്ന സമയമാണ് നമ്മുടെ നിസ്കാരം എന്ന് പറയാം. എങ്ങോട്ടാ യാത്ര പോകുന്നത്? USA പോകുന്നത്. അപ്പോൾ അള്ളാഹുവിനോടുള്ള മുനാജാത്തിന് വായ വൃത്തിയാക്കണം. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സുബൈക്കൊക്കെ ബ്രഷ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടൊരു ആ വായ പൊത്തിപ്പിടിച്ചൊരു നിസ്കാരം. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മലായികത തതഅദ്ദാ ബിമാ തതഅദ്ദാ ബിഹി ബനു ആദം. മനുഷ്യന്മാർക്ക് പ്രയാസമുള്ള ദുർഗന്ധം മലക്കുകൾക്കും പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ ബ്രഷ് ചെയ്യണം. കാരണം മലക്കുകൾ കൂടെ ഉണ്ടാവും. സുജൂദിൽ കിടക്കുമ്പോൾ ഒന്നുമില്ല, ഒരു സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ ഹാ എന്നൊക്കെ പറഞ്ഞാൽ കാറ്റ് വരുന്ന അപ്പുറത്തുള്ള ആൾക്കൊക്കെ ആ മണം എന്തായിരിക്കും എൻ്റെ അവസ്ഥ, ബ്രഷ് ചെയ്യാതെ അങ്ങനെ ചെന്നാൽ. അപ്പോൾ തൊട്ടടുത്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് പ്രയാസം വരൂലേ, മലക്കുകൾക്ക് പ്രയാസം വരും. ഒരാൾ ചെന്ന് സംസാരിക്കുമ്പോൾ വായനാറ്റുണ്ടെങ്കിൽ പലരും പറയില്ലേ, മിണ്ടാണെങ്കിൽ മൂക്ക് പിടിച്ച് പോവുകയേ ചെയ്യുള്ളൂ. ഒന്ന് ബ്രഷ് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പണക്കായി പോകുമെന്ന് വിചാരിച്ച് പറയാൻ നിൽക്കൂല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നാൽ, പുറത്തുനിന്നൊക്കെ പോയി വീട്ടിൽ കയറി വന്നാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? അസ്സിവാഖ്. തങ്ങൾ വേഗം പോയി ബ്രഷ് ചെയ്യുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ പോലെ പേസ്റ്റും ബ്രഷും ഒന്നും ഇല്ല, നിങ്ങൾ ആലോചിക്കണം. എന്നാലും വെള്ളം കൊണ്ട് മിസ്വാക്ക് എടുത്തിട്ട് വായ കഴുകിയിട്ടേ തങ്ങളുടെ വീട്ടുകാരോട് സംസാരിക്കാൻ തങ്ങൾ ഇരിക്കാറുള്ളൂ എന്നാണ്. അപ്പം അത്രയും വൃത്തി വേണം, ഹൈജീൻ വേണം. പ്രത്യേകിച്ച് നമ്മുടെ മൗത്ത് ഹൈജീൻ നിർബന്ധമാണ്. അതുകൊണ്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രഷ് ചെയ്യാൻ മറക്കരുത്. അത് പ്രബലമായ സുന്നത്താണ്. അത് നിർബന്ധമാക്കണമെന്ന് തങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാവർക്കും പ്രയാസാവൂലേ എന്ന് കരുതിയത് കൊണ്ടാണ് നിർബന്ധമാക്കാതിരുന്നത്. അതാണ് ഈ ഹദീസിൻ്റെ അർത്ഥം. ലൗല അൻ അശഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാ. ഇൻഷാ അല്ലാഹ്. നിസ്കരിക്കുമ്പോൾ സീനത്ത് വേണമെന്നാണ്. നിസ്കരിക്കുമ്പോൾ ഭംഗി കൈക്കൊള്ളണം എന്നാണ്. ആ ഭംഗി എന്ന് പറഞ്ഞതിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, നല്ല വസ്ത്രം ധരിക്കണം. മറ്റൊന്ന്, പള്ളിക്ക് പോകുമ്പോൾ ചെരുപ്പും മോതിരവും അണിഞ്ഞുകൊണ്ട് പോകണം എന്നും അതിനർത്ഥമുണ്ട്. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. മാഷാ അല്ലാഹ്. അഷ്റഫൊക്കെയാണ് ഹദീസൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. സമ്മാനം ഉണ്ടേ കൊടുക്കേണ്ടിയിരുന്നല്ലോ. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. അവിടെ മസ്ജിദ് എന്ന് പറഞ്ഞാൽ നിസ്കാരം എന്നാണ്. പള്ളിക്ക് പോകുമ്പോൾ തന്നെ നിസ്കരിക്കാൻ പോകുമ്പോൾ എന്നാണ് അവിടെ ഉദ്ദേശം എന്നാണ്. വാക്ക് മസ്ജിദ് എന്നാണ് ഉദ്ദേശിച്ചത്. പള്ളിക്ക് പോകുമ്പോഴൊന്നാവാം, പക്ഷെ നിസ്കാരത്തിന് പോകുമ്പോൾ നിങ്ങൾ ഭംഗിയിൽ പോകണം. നിസ്കരിക്കുമ്പോൾ നല്ല വസ്ത്രം ഇടണം. നല്ല ഭംഗിയുള്ള വസ്ത്രം ഇട്ടാൽ നിങ്ങൾ നിസ്കരിക്കാവൂ. നിങ്ങളുടെ ഭംഗി നിങ്ങൾ കൊണ്ടു നടക്കണം നിസ്കരിക്കാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞത്. നല്ല വസ്ത്രമുണ്ട്. ഇന്നൊരു കിതാബ്, മോതിരത്തെ സംബന്ധിച്ചൊരു കിതാബുണ്ട് ഒരു മഹാൻ്റെ, അഹ്കാമുൽ ഖവാസീം എന്നതിൻ്റെ പേര്. അപ്പോൾ ഞാൻ കിതാബ് കുറച്ചിങ്ങനെ ഓതി നോക്കിയിരുന്നു സ്കൂളിലിരിക്കുമ്പോൾ. അപ്പോൾ കണ്ടത് ഈ ഹദീസിന് അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അതായത് അന്നഅലൈനി വൽ ഖാത്തം, ചെരുപ്പും മോതിരിട്ടിട്ട് പള്ളിക്ക് പോകണം എന്നാണ് ആ ഹദീസിന് അങ്ങനെ അർത്ഥമുണ്ട് എന്ന് കണ്ടു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഏതായിരുന്നാലും ബ്രഷ് ചെയ്യാനും മറക്കണ്ട. മറ്റേ കാര്യങ്ങൾ, മോതിരമില്ലാത്തൊരു വെള്ളി മോതിരം വാങ്ങിയിട്ടോളി. പുരുഷന്മാർക്കത് സുന്നത്താ. വെള്ളി മോതിരം ഉള്ളൂ കേട്ടോ. വെള്ളിൻ്റെ ചെയിനൊന്നും സുന്നത്തില്ലേ, ഹറാമാണെന്നാണ് പറയാം. പുരുഷന്മാർ ആഭരണങ്ങൾ അണിയരുത്. വളയിടുക, കയ്യുമലൊക്കെ വളയായിട്ടിടുക, ഇങ്ങനെ ചെയിന്, കഴുത്തിലൊക്കെ. ചില പറയും വെള്ളിയല്ലേ എന്ന് പറയും. അപ്പോൾ കുട്ടികൾ വെള്ളി പറ്റുന്നൊന്നും കേട്ടു. വെള്ളി പറ്റുന്ന പറഞ്ഞാൽ വെള്ളി മോതിരം പറ്റുന്നാണ് പറഞ്ഞത്. പുരുഷന്മാർക്ക് വെള്ളി മോതിരം സുന്നത്താണ്. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു മോതിരം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സിദ്ദീഖ് തങ്ങളുടെ കയ്യിലുണ്ടായി. തങ്ങളുടെ വഫാത്തിന് ശേഷം അത് ഉമർ തങ്ങൾ അണിഞ്ഞു. തങ്ങളുടെ സിദ്ദീഖ് തങ്ങൾ വഫാത്തായപ്പോൾ ഉമർ തങ്ങൾക്ക് കൊടുത്തു. ഉമർ തങ്ങൾ ഉസ്മാൻ തങ്ങൾക്ക് കൊടുത്തു. ഉസ്മാൻ തങ്ങൾ അത് ഖുബാ പള്ളിൻ്റെ മുമ്പിൽ ഒരു കിണറുണ്ട്, ബിഇറു അരീസ് എന്ന് പറഞ്ഞ പള്ളിയുണ്ട്. ഒരു കിണറുണ്ടായിരുന്നു. ഇന്നവിടെ മൂടിയിട്ടുണ്ട്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അരീസ് കിണറുണ്ടായിരുന്ന സ്ഥലം. ആ കിണറ്റൊക്കെ ഉസ്മാൻ തങ്ങളുടെ കയ്യിൽ നിന്ന് വീണതാ. പിന്നെ അത് തെരഞ്ഞിട്ട് കിട്ടിയിട്ടില്ല ആ മോതിരം. തങ്ങളുടെ മോതിരായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവരൊക്കെ തെറ്റിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ധ്വനി. ഇൻഷാ അല്ലാഹ് മോതിരത്തെ പറ്റിയാണ് പിന്നെ ക്ലാസ് എടുക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ദുആ വസിയത്തിലേക്ക് പോവാണ്. മുനീർച്ചാൻ്റെ പെങ്ങൾ USA യാത്ര പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു അവിടെ യാത്രയൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ. അല്ലാഹു ഖൈറിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു പ്രത്യേക അറിയിപ്പ് ഇൻഷാ അല്ലാഹ്. നാളെ ഇതേ വേദിയിൽ SKSS അബുദാബി കർണാടക കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മീലാദ് കോൺഫറൻസ് നാളെ 3 മണിക്കാണ്, വൈകിട്ട് 3 മണിക്ക് ആരംഭിക്കും. അതിൽ ബുർദ മജ്ലിസ് ഉണ്ട്, കുട്ടികളുടെ കലാപരിപാടികൾ, ദുആ മജ്ലിസ്, അതോടൊപ്പം തന്നെ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. അത് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. പിന്നെ അബുദാബി ഇന്ത്യൻ ഇസ്ലാം സെൻറ്റർ ഉംറ പോകുന്നത് ഇൻഷാ അല്ലാഹ്, അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാനും ഉംറയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. പിന്നെ ഒരാൾ പാർട്ട്ണർഷിപ്പിൽ ഫ്ലാറ്റ് ബിസിനസ് ചെയ്യാമെന്ന് വിശ്വസിപ്പിച്ച് കയ്യിൽ നിന്ന് 21,000 ദിർഹംസ് വാങ്ങി കടം വാങ്ങി കൊടുത്തതാണത്, തിരിച്ച് കിട്ടിയിട്ടില്ല. പ്രത്യേകം കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ഉപ്പാക്ക് സുഖമില്ല, ഷിഫായിന് ദുആ ചെയ്യണം. കാഞ്ഞങ്ങാട് കല്ലൂരാവി ഹാജിക്കാരുടെ കാര്യം ഇപ്പോൾ പറഞ്ഞു, ഷിഫായിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അമ്മാവിൻ്റെ മകൻ സുഖമില്ലാതെ ഹോസ്പിറ്റൽ ICUവിലാണ്, ഷിഫായിന് ദുആ ചെയ്യാൻ. ഉമ്മയുടെ കിഡ്നിയിലെ കല്ല് ഓപ്പറേഷൻ കൂടാതെ ഷിഫയാവാനും ഉമ്മക്ക് ഹജ്ജിന് പോകാനുള്ള തൗഫീഖിന് പ്രത്യേകം ദുആ ചെയ്യാൻ. അളിയന് സുഖമില്ലാതെ ICUവിലാണ്, ഷിഫായിന് ദുആ ചെയ്യാൻ. വിസ കാലാവധി തീരാറായി ഹൈറായ രീതിയിലെല്ലാം ശരിയാവാനും ഇതുവരെ വീട് വെച്ചിട്ടില്ല, വീട് ലഭിക്കാനും വേണ്ടിയിട്ടുള്ള തൗഫീഖിന് ദുആ ചെയ്യണം. സ്വാലിഹായ സന്താന സൗഭാഗ്യത്തിനായിട്ട് പുതിയ ജോലി കിട്ടിയ സന്തോഷത്തിൽ ആണ് ഇന്നത്തെ പായസം എന്ന് പറഞ്ഞു. തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഓൺലൈനിലൂടെ ഒരുപാട് ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. വാഹന അപകടത്തിൽ പരിക്കേറ്റ് ICUവിൽ കഴിയുന്ന വെസ്റ്റ് കൈപ്പുറം സ്വദേശി സൈനുദ്ദീൻ എന്ന കുഞ്ഞാപ്പയുടെ ഷിഫായിന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. സൂപ്പർ മാർക്കറ്റിൻ്റെ അബുദാബിയിൽ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആക്കുന്നു. അതിൻ്റെ ഭാവിയിൽ ഹൈറും ബർക്കത്തും തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. പിന്നെ അതോടൊപ്പം തന്നെ ഈ സദസ്സിലുള്ള എല്ലാവരെയും ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്താം. ജസാക്കുമുല്ലാഹു ഖൈർ. ദുആ വസിയത്തുകൾ നമ്മൾ അഡ്മിന്മാർ വാട്സപ്പ്, ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്ന, ഇൻസ്റ്റഗ്രാമൊക്കെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവർ ദുആ വസിയത്തുകൾ ഇങ്ങനെ അറിയിക്കാറുണ്ട്. എല്ലാം നമുക്ക് പേരെടുത്ത് വായിച്ച് പറയാൻ സമയമില്ല. അള്ളാഹു അറിയുന്നവനാണ്. അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ അഡ്മിന്മാരെന്ന് പറയുമ്പോഴേ, ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു, ഇന്നലെ രാത്രി ഒരു 10 മണിക്ക് 10:30 മണിക്ക് അങ്ങനെ, അതെ, ഉസ്താദ് ഇപ്പോഴും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ പോസ്റ്റ് ചെയ്തല്ലോ, ഉറങ്ങണമൊന്നുമില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനോ? അപ്പോൾ ഏതോ നമ്മുടെ ഒരു അഡ്മിൻ പോസ്റ്റ് ചെയ്യാൻ സംഭവം. അപ്പോൾ ഈ പത്രമൊക്കെ ഉസ്താദ് ഇരിക്കുകയാണെന്ന പോലെ വിചാരിച്ചു. എനിക്കിതിൻ്റെ അക്കൗണ്ട് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ ഞാനത് തുറന്നു നോക്കാറില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് പോലും പരിചയമില്ലാത്ത എത്രയോ സുഹൃത്തുക്കളുണ്ട്, പരിചയമുള്ള ആൾക്കാരുണ്ട്. അവരാണ് ഈ ഫേസ്ബുക്കും വാട്സപ്പും ഗ്രൂപ്പൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഇപ്പോൾ അറിയുക പോലും ഉണ്ടായിരിക്കില്ല. അവരൊക്കെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതാണത്. ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ അതൊക്കെ അവരോരോ വീഡിയോസൊക്കെ ഇടുമെന്ന് ഞാൻ ചെയ്യുന്ന കാര്യമല്ല. അതൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് സാന്ദർഭികമായി ചിലക്കാർക്ക് വിചാരിക്കുന്നതോ അങ്ങനെ, ഉസ്താദ് കായുണ്ടാക്കി ഇരിക്കുകയാണല്ലോ, ഉസ്താദിന് ഇത് 5 പൈസ കിട്ടണില്ല, എനിക്ക് വേണ്ടാനോ. അത് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ്. അവർ ദഅവത്ത് ഉദ്ദേശിച്ച് ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ പലർക്കും പല ഉദ്ദേശങ്ങളായിരിക്കും. എന്നാലും ദുആ വസിയത്തുകളൊക്കെ അവർ അറിയിക്കാറുണ്ട്. ഇന്ന ഗ്രൂപ്പിൽ നിന്നൊക്കെ ദുആ വസിയത്തുണ്ട്, ഇന്ന വിഷയങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ദ്വാരക്കാറുണ്ട് എന്നാണ് ഞാൻ പറയൽ. മനസ്സിൽ ഞാൻ നിയ്യത്ത് വെക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ അള്ളാഹു അതിൽ ദഅവത്ത് ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അർഹമായ വലിയ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാരണം അതിനൊക്കെ ഒരുപാട് സമയം വേണം. ഇത് എഡിറ്റ് ചെയ്യണം, കട്ട് ചെയ്യണം, കുറേ കാര്യങ്ങൾ ചെയ്യണ്ടേ. അൽഹംദുലില്ലാഹ്, അള്ളാഹു വലിയ പ്രതിഫലം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك بأسمائك الحسنى وصفاتك العلى وبحق هذا المجلس الكريم اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا مرضا إلا شفيته ولا مريضا إلا عافيته ولا عسرا إلا يسرت ولا كربا إلا نفست ولا عدوا إلا خذلت ولا سحرا إلا أبطلته ولا فسادا إلا أصلحته ولا بلاء إلا رفعته ولا طفلا إلا ربيته ولا غائبا إلا رددته ولا ضالا إلا هديته
ولا حاجة من حوائج الدنيا والآخرة هي لك رضا ولنا فيها صلاح إلا قضيتها ويسرتها يا رب العالمين. റഹ്മാനായ അല്ലാഹുവേ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന അല്ലാഹുവേ, നിൻ്റെ ഹബീബായ തങ്ങൾ അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തിയും പറഞ്ഞും മൗലിദ് പാരായണങ്ങളും മജ്ലിസുകളും അന്നദാനങ്ങളും കുട്ടികളുടെ കലാപരിപാടികളും ഒക്കെയായി അല്ലാഹുവേ നാടിൻ്റെ എല്ലാ ഭാഗത്തും, ഗൾഫിലും നാട്ടിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അബുദാബി ഈ നഗരത്തിൻ്റെ മധ്യത്തിലടക്കം അല്ലാഹുവേ ഒരുപാട് മജ്ലിസുകൾ സംഘടിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. നാളെ ഇവിടെ കർണാടക SKSFൻ്റെ പരിപാടി നടക്കുകയാണ്. അല്ലാഹുവേ ഒരുപാട് പരിപാടികൾ ഇനിയും അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ നടക്കാൻ പോവുകയാണ്. അല്ലാഹു ഇതൊക്കെ ഹബീബിനോട് കാണിക്കുന്ന മഹബത്താണല്ലോ റബ്ബേ. അല്ലാഹു നീ അങ്ങനെ തന്നെയായി സ്വീകരിക്കണേ പടച്ചവനെ. അവിടുത്തെ മഹബത്ത് വെക്കുന്ന ഉമ്മത്തികളെ ഞങ്ങൾ ചേർത്തേണമേ റഹ്മാനെ. എൻ്റെ ഉമ്മത്തികളിൽ ഏറ്റവും മഹബത്തുള്ളവരെന്ന് തങ്ങൾ വിളിച്ചു പറഞ്ഞവരിൽ അല്ലാഹു ഞങ്ങൾ നീ ചേർത്തി തരണേ അല്ലാഹ്. അവിടത്തോടുള്ള മഹബത്തിൻ്റെ അവസരങ്ങളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹു അത്തരം മജ്ലിസുകളിൽ ഫുഖറ, മിസ്കീൻ, ഉലമാ, സദാത്യങ്ങളുടെ കൂടെ ഇരുന്ന് ആമീൻ പറയുന്ന പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളുടെ ദുആഇന് ഇജാബത്ത് നൽകണേ തമ്പുരാനെ. അർഹമർ റഹീമായ റബ്ബേ, അല്ലാഹു നീ കാരുണ്യവാണല്ലോ റബ്ബേ, നീ കരുണാവാരിധിയാണല്ലോ പടച്ചവനെ. അർഹമർ റഹീമേ, ഞങ്ങൾ നിൻ്റെ സാധുക്കളായ അടിമകളാണ്. ഞങ്ങൾക്ക് ഇൽമു കൊണ്ട്, അദബ് കൊണ്ട്, തഖ്വ കൊണ്ട്, ഈമാന് കൊണ്ട് റബ്ബേ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈമാനും തഖ്വയും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. അല്ലാഹു നിന്നെക്കുറിച്ചും ഹബീബായ തങ്ങളെക്കുറിച്ചും ഒരുപാട് അറിയാനും കേൾക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. റഹ്മർ റഹീമായ റബ്ബേ, കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ കൽബുകളിൽ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ പിഞ്ചു മക്കളുടെ കൽബുകളിൽ, യുവാക്കളുടെ വിദ്യാർത്ഥിനികളുടെ ഹൃദയങ്ങളിൽ അഷ്റഫ് ഖൽക്കിനോടുള്ള മഹബത്ത് നിറക്കണേ തമ്പുരാനെ. അല്ലാഹുവെ, തിന്മകളിലേക്കും മറ്റു നിനക്കിഷ്ടമില്ലാത്ത വഴികളിലേക്കും മനുഷ്യൻ്റെ മനസ്സ് പോകുമ്പോൾ അല്ലാഹുവെ നിൻ്റെ ഹബീബിൻ്റെ മഹബത്തിലേക്ക് കൽബ് കൊടുത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പ്രകാശിപ്പിക്കണേ തമ്പുരാനെ. മഹബത്തിൻ്റെ രുചി ഞങ്ങൾക്ക് അറിയിച്ചു തരണേ റഹ്മാനെ. അവിടുത്തുമായി റൂഹിയായൊരു ബന്ധം അല്ലാഹുവെ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അവിടുത്തെ സ്വപ്നം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് സന്തോഷിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് വിശാലത നൽകണേ റബ്ബേ. ഹൃദയങ്ങൾക്ക് ഇബാദത്ത് കൊണ്ട് ആനന്ദം നൽകണേ തമ്പുരാനെ. ശരീരം നിനക്ക് വഴങ്ങുന്ന ഹൃദയമാക്കണേ റബ്ബേ. ഞങ്ങളുടെ ശരീരം നിനക്ക് വഴങ്ങുന്നതാക്കണേ പടച്ചവനെ. ഇബാദത്ത് ഇഷ്ടപ്പെടുന്ന ശരീരമാക്കി തരണേ പടച്ചവനെ. നിസ്കാരവും മറ്റു കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു ഞങ്ങളെല്ലാവർക്കും എന്നും നിലനിർത്തി തരണേ പടച്ചവനെ. റഹ്മർ റഹീമേ, നിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന മധുരവും ആനന്ദവും ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നൽകണേ പടച്ചവനെ. നിനക്ക് ദിക്ർ ചൊല്ലുന്ന മധുരം നൽകണേ റബ്ബേ. അല്ലാഹു നിന്നോട് ദുആ ചെയ്യുന്ന ആ ഒരു തദല്ലുലിൻ്റെയും തദർറുഇൻ്റെയും അല്ലാഹുവേ മധുരം ഞങ്ങൾക്ക് ഖൽബിൽ നൽകണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ ദുആഇന് ഉത്തരം നൽകണമേ അല്ലാഹു ഞങ്ങളെ നീ സ്വാലിഹീങ്ങൾ ചേർത്തണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉമ്മ പെങ്ങന്മാർ, സഹോദരിമാർ, ഭാര്യ സന്തതികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളുമായി കടപ്പാടുള്ളവർ, ഞങ്ങളെ ഓർക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, അല്ലാഹുവേ ഇൽമിൻ്റെ മജ്ലിസുകളിൽ വന്നിരുന്നവർ, ഇൽമിൻ്റെ മജ്ലിസിൽ വന്ന് ഇൽമ കേട്ടവർ, അല്ലാഹുവേ അതിനുവേണ്ടി സഹായിച്ചവർ, റഹ്മർ റഹീമേ ദീനി മജ്ലിസുകൾക്ക് വേണ്ടി സഹായം ചെയ്തവർ, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ദീൻ്റെ ദഅവത്തിൽ വ്യാപൃതരായിരിക്കുന്ന ആളുകൾ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും, അല്ലാഹു ഞങ്ങൾക്കൊക്കെ നിൻ്റെ ജന്നത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാഹ്. കാരുണ്യവാനെ, ഈ പരിശുദ്ധമായ മജ്ലിസിനെ, ഈ ഇസ്ലാമിക് സെൻറ്ററിനെ അല്ലാഹു നീ നിൻ്റെ ഹിഫ്ദിലും സംരക്ഷണത്തിലുമാക്കണേ പടച്ചവനെ. അല്ലാഹു ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, ഇതിനുവേണ്ടി നേതൃത്വം നൽകുന്ന ബാവഹാജി, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റബ്ബേ. അവരുടെ പ്രിയ പത്നിക്ക് ആഫിയത്തും സലാമത്തും നൽകണേ തമ്പുരാനെ. അതുപോലെ ഇതിൻ്റെ ഭാരവാഹികൾ, ഇവിടുത്തെ സുന്നി സെൻറ്ററിൻ്റെ ഭാരവാഹികൾ, ഇവിടുത്തെ KMCCയുടെ പ്രവർത്തകന്മാർ, അല്ലാഹു അവർക്കൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഖബൂലിയത്ത് നൽകണേ പടച്ചവനെ. അല്ലാഹുവെ എല്ലാവിധ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. സമൂഹത്തിൻ്റെയും ഉമ്മത്തിൻ്റെയും വിഷയങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ അവരുടെ സ്വന്തം വീട്ടിലെ വിഷയങ്ങൾ അല്ലാഹുവെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ പടച്ചവനെ. അസുഖങ്ങൾക്ക് ശിഫ കൊടുക്കണേ പടച്ചവനെ. അവർ സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഓരോ സമയത്തിനും പകരം അല്ലാഹു നീ അവരുടെ സ്ഥാനങ്ങളെ നീ ഉയർത്തി കൊടുക്കണമേ തമ്പുരാനെ. കാരുണ്യവനെ, ഞങ്ങളുടെ മക്കളെ നല്ലവരായി ജീവിച്ച് കാണാനുള്ള തൗഫീഖ് താ റഹ്മാനെ. അവരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉന്നത പഠനം നൽകണേ റബ്ബേ. വിജയം നൽകണേ പടച്ചവനെ. ജോലി അന്വേഷിക്കുന്നവർക്ക് ഖൈറായി ജോലി നൽകണേ പടച്ചവനെ. വിവാഹം ആലോചിക്കുന്നവർക്ക് യോജിച്ച ഇണകളെ നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ. കച്ചവടങ്ങളിൽ, ഏർപ്പാടുകളിൽ ബർക്കത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ, പ്രവാസികളായ ഞങ്ങൾ ഓരോരുത്തരുടെയും അല്ലാഹുവേ ജോലി സംബന്ധമായ പ്രയാസങ്ങളെ നീ പരിഹരിക്കണമേ തമ്പുരാനെ. ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി നൽകണേ റബ്ബേ. ജോലി ഉണ്ടായിരിക്കെ അതിൽ മാനസികമായ പ്രയാസം
മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നോ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നോ ഉണ്ടെങ്കിൽ ബിഹഖി ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമായ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമൻ നസീർ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ മനസ്സമാധാനം നൽകണേ പടച്ചവനെ. എല്ലാവിധ തടസ്സങ്ങളെയും നീക്കണമേ റബ്ബേ. അല്ലാഹുവേ ഈ നാടിനെ സുരക്ഷിതമായ നാടാക്കണേ റബ്ബേ. ഈ നാടിനെ ഇങ്ങനെയാക്കി തീർത്ത മഹാനായ ഷെയ്ഖ് സായിദ് റഹ്മഹുല്ലാ എന്ന ഈ നാടിൻ്റെ മുഅസ്സിസ് അവരുടെ ഖബറിടം സ്വർഗ്ഗത്തൊപ്പാക്കണേ റബ്ബേ. അല്ലാഹുവേ ഈ നാടിൻ്റെ മുഅസ്സിസീങ്ങളായ ഭരണാധികാരികൾ മരിച്ചുപോയവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ പടച്ചവനെ. റഹ്മർ റാഹിമേ റഈസുദ്ദൗല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും നൽകണേ പടച്ചവനെ. റഹ്മർ റാഹിമേ ഈ നാടിലേക്ക് നിന്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ നീ തുറന്നു വെക്കണമേ തമ്പുരാനെ. ലോക മുസ്ലിം രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും അള്ളാഹു നീ സമാധാനം നിലനിർത്തണമേ തമ്പുരാനെ. ലോകത്തെല്ലായിടത്തും അള്ളാഹു നീ സമാധാനം നിലനിർത്തണേ പടച്ചവനെ. മനുഷ്യരൊക്കെ ഒരുമയോടെ സ്നേഹത്തോടെ പരസ്പരം അറിഞ്ഞും പഠിച്ചും അള്ളാഹുവെ സ്നേഹത്തോടെ കഴിയുന്നൊരു ചുറ്റുപാട് അള്ളാഹുവെ നീ ലോകത്ത് നിർത്തി തരണമേ തമ്പുരാനെ. കാരുണ്യവാനെ, ഞങ്ങളുടെ മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. മരിച്ചുപോയ ഒരുപാട് ആളുകൾ അവിടെയൊക്കെ ഖബറുകളെ നീ സ്വർഗ്ഗപുങ്കാവനമാക്കി സന്തോഷിപ്പിക്കണമേ റബ്ബേ. ഈ മജ്ലിസിന് വേണ്ടി പ്രത്യേകമായി പായസം വിതരണം ചെയ്ത ഒരുപാട് ആളുകൾ, സ്വതക്ക ദാനധർമ്മം ചെയ്തവർ, ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഖിദ്മത്തുകളിൽ പങ്കുകൊള്ളുന്നവർ, റഹ്മർ റാഹിമേ അവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ നീ പൂർത്തിയാക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഏതുദ്ദേശത്തിന് വേണ്ടിയാണോ അവരിങ്ങനെ ദാനധർമ്മം ചെയ്യുന്നത് ആ ഉദ്ദേശത്തെ അള്ളാഹു നിൻ്റെ മഹലായ ഫദൽ കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കണേ പടച്ചവനെ. പിഞ്ചു മക്കളുള്ളവരുടെ മക്കളെ നീ സംരക്ഷിക്കണേ റബ്ബേ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ പടച്ചവനെ. റഹ്മർ റാഹിമേ സദസ്സിലുള്ള ചെറിയവരും വലിയവരും പ്രായമുള്ളവരും കുട്ടികളും ചെറുപ്പക്കാരും അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ റബ്ബേ. ഈ പരിപാടി ഇപ്പോൾ കേൾക്കുന്നവരും പിന്നീട് കേൾക്കുന്നവരും ഈ സദസ്സിൽ വന്നവരും വരാൻ പ്രയാസമുള്ളവരും വരാൻ പറ്റാതിരുന്നവരും എല്ലാവർക്കും റബ്ബേ നിൻ്റെ റഹ്മത്തും റഅഫത്തും ലുത്ഫും നിൻ്റെ വുദ്ദും നിൻ്റെ മഹബ്ബത്തും രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിജാഹി ഹഖ് നബിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീഇൽ അൻബിയാഇ വൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും അല്ലേ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എല്ലാ ആഴ്ചയും ഉണർത്തുന്നത് പോലെ പുതിയതായ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക്